അധ്യായം 51. നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഇനി എന്താണ് മുന്നോട്ടുള്ള പരിപാടിയെന്ന്. നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വീട് പണിയുമ്പോൾ ഓരോ കാര്യവും ഓരോന്നായിട്ടാണല്ലോ ചെയ്യാൻ സാധിക്കുക. എഴുത്തുകാരൻ്റെ എഴുത്തുകൾ പുസ്തകരൂപത്തിലാക്കാൻ ഒത്തിരി കടമകളുണ്ട്. ഓരോ കാര്യം ചെയ്ത് മാത്രമേ ഈ പുസ്തകം രൂപപ്പെടുകയുള്ളൂ. നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ അടുത്തത് എന്താണെന്ന് നിശ്ചയമായും അറിയേണ്ടതുണ്ട്. നമ്മൾ തീരുമാനിക്കുന്നതെല്ലാം ഭാവിയിൽ സംഭവിക്കണം എന്നില്ല. അറിവ് ആകുന്ന പ്രായം തൊട്ടേ നമ്മുടെ ഭാവിയിൽ നേടേണ്ട ലക്ഷ്യം കാണാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അതിനായി വേണ്ട രീതിയിൽ നേരത്തെ തന്നെ പരിശ്രമിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർ പോകുന്ന വഴിയിൽ കൂടി മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ ഒരുപക്ഷെ നമ്മൾക്ക് ആത്മസംതൃപ്തി ലഭിക്കണമെന്നില്ല. ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ കാരണം ഓരോ വ്യക്തികളും അവരവരുടേതായ കഴിവുകൾ നല്ല രീതിയിൽ പുറത്തെടുത്തതുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തർക്കും ഭാവിയിൽ ആരായിത്തീരണം, എന്ത് തൊഴിൽ ചെയ്യണം എന്നെല്ലാം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവർക്ക് എന്ത് തോന്നും, അവർ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചൊന്നും ചെയ്യാതിരുന്നാൽ നമ്മൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ഭാവി പരിപാടികൾ എല്ലാവരോടുമായി പങ്കുവെക്കേണ്ടതില്ല. ഒരുപക്ഷെ നമ്മുടെ സന്തോഷം അതിലൂടെ നഷ്ടപ്പെട്ടേക്കാം. അവരിൽ പലരും നമ്മളെ ഒരുപക്ഷെ കളിയാക്കിയേക്കാം, നിരുത്സാഹപ്പെടുത്തിയേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം. ജോലി മേഖലയിൽ ഒത്തിരി അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഏത് തൊഴിൽ വേണമെന്നത് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചവ നേടാൻ സാമ്പത്തികമായ അടിത്തറ ഉണ്ടാവേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഭാഗത്തു നിന്നുള്ള അധ്വാനം വളരെയധികം ആവശ്യമാണ്. സങ്കടം ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് നമ്മളിൽ പലർക്കും ഒരുപക്ഷെ എളുപ്പം ഉത്തരം കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും ഇനി അടുത്തത് എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ സാധിക്കട്ടെ. 52. നഷ്ടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശയിലായിരിക്കും. പലരുടെയും കുറ്റപ്പെടുത്തലുകളിൽ, ഒറ്റപ്പെടുത്തലുകളിൽ, വിമർശനങ്ങളിൽ നമ്മൾക്കുണ്ടായിരുന്ന സന്തോഷങ്ങളും സമാധാനവും ഒരുപക്ഷെ ഇല്ലാതായി തീർന്നേക്കാം. നമ്മുടെയൊക്കെ ഈ ഭൂമിയിലെ വാസം ഒരു നാൾ ഇല്ലാതായി തീരും. നമ്മൾക്കുണ്ടായിരുന്ന പലതും കാലക്രമേണ ഇല്ലാതായി തീരുമെന്നത് പ്രപഞ്ച സത്യമാണ്. സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം എല്ലാം ഒരു നാൾ ഇല്ലാതാവുന്നതാണ്. ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായ ആയുസ്സാണ് ഉണ്ടാവുകയുള്ളൂ. മനുഷ്യരുടെ നേട്ടങ്ങൾ എല്ലാം തന്നെ ഇല്ലാതാവാൻ നിമിഷ നേരം മതി. നമ്മൾക്കുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധ നൽകുക. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ കാര്യത്തിലും നിശ്ചിത ആയുസ്സാണ് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇല്ലാതായി തീരുമെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമ്മൾക്ക് കഴിയട്ടെ. അധ്യായം 53. പലർക്കും പലതരത്തിലുള്ള ഇഷ്ടങ്ങളുണ്ടാവാം. പ്രകൃതിയിലുള്ള ഓരോന്നും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതോടൊപ്പം ഇഷ്ടപ്പെടാത്തതും ഉണ്ടായേക്കാം. ഒരാൾക്ക് എന്തെങ്കിലും ഇഷ്ടമാവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ആവശ്യമാണ്. പലർക്കും പലരോടും ഇഷ്ടമുണ്ടെങ്കിലും തുറന്നു പറയാൻ കഴിയാറില്ല. ഇഷ്ടമുള്ളവർ പരസ്പരം സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇഷ്ടം ശരിക്കും ഉള്ളതാണോ അല്ലെങ്കിൽ അഭിനയമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇന്നലകൾ ഉണ്ടായിരുന്ന പല ഇഷ്ടങ്ങളും ഇന്നിപ്പോൾ ഇല്ലാതായി തീർന്നേക്കാം. ഇഷ്ടമുള്ളവർ അത് തുറന്നു പറഞ്ഞെങ്കിൽ മാത്രമേ ഇഷ്ടം യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾക്ക് ഈ ലോകത്തോട് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ നമ്മൾക്ക് വിരസത അനുഭവപ്പെട്ടേക്കാം. നമ്മൾ ഇഷ്ടമാണെന്ന് പറയുന്നവരോട് നമ്മൾക്ക് ഇഷ്ടം തോന്നണമെന്നില്ല. നമ്മൾക്ക് ഇഷ്ടം തോന്നുന്നവരോട് നമ്മളോട് തിരിച്ച് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. ചിലർക്കൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങാൻ ഒത്തിരി സമയം വേണ്ടി വന്നേക്കാം. ആരൊക്കെ നമ്മളെ വെറുത്താൽ, അവഗണിച്ചാലും നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാൻ കഴിയട്ടെ. ആരിൽ നിന്നും ഇഷ്ടം പിടിച്ചു വാങ്ങിക്കാൻ കഴിയില്ലല്ലോ. ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകാതെ സൂക്ഷിക്കാൻ ഇടയാകട്ടെ. അധ്യായം 54. ഇഷ്ടമേഖല തിരഞ്ഞെടുക്കുക. നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന മേഖലകൾ ഉണ്ടാകും. നമ്മളിൽ പലർക്കും പലപ്പോഴും ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. പല കാര്യങ്ങളിലും പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകുമ്പോൾ ഇഷ്ടമേഖലയിൽ ഒരു പരിധി വിട്ട് തുടരാൻ സാധിച്ചെന്ന് വരില്ല. ഇഷ്ടമേഖലയിൽ നാളുകളായി തുടരുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ ഓരോ പ്രാവശ്യവും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലായ്പ്പോഴും അന്വേഷിക്കുന്നത് നമ്മൾക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നതിനുള്ള വഴികളാണ്. ഉപരിപഠനത്തിൻ്റെ കാര്യത്തിൽ പലർക്കും കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഇഷ്ടമേഖല ഒഴിവാക്കിക്കൊണ്ട് ജോലി സാധ്യതയുള്ള മേഖലകളിലേക്ക് കടക്കുകയും ഇഷ്ടങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്നവരുണ്ട്. സാഹചര്യം അനുകൂലമാണെങ്കിൽ ഇഷ്ടമേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർ ധാരാളം പേർ കാണും. എന്നെങ്കിലും ഒരിക്കൽ തങ്ങളുടെ ഇഷ്ടമേഖല എത്തിച്ചേരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നവരും ഉണ്ടായേക്കാം. ഇഷ്ടമേഖലയെ നിലനിൽക്കാൻ നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടമേഖല കണ്ടെത്താനും അതിൽ നല്ലൊരു വിജയം നേടിയെടുക്കാനും സാധിക്കട്ടെ. അധ്യായം 55. നമ്മുടെ മുന്നിൽ പലപ്പോഴും തടസ്സങ്ങൾ നേരിടുമ്പോൾ അത് പരിഹരിക്കാൻ ഉചിതമായ മാർഗം തേടാറുണ്ട്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ലഭിക്കാൻ ഉചിതമായ മാർഗം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഉചിതമായ മാർഗം വഴി കൂടുതൽ ഉയരത്തിലെത്താൻ സാധിക്കട്ടെ. ഒരു പ്രശ്നം തന്നെ പല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കും. പരിഹരിക്കേണ്ട രീതി ഏതാണെന്ന് തീരുമാനിക്കാൻ പ്രശ്നത്തിലുള്ള വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മൾ ഓരോരുത്തരും ശരിയായ വിധത്തിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രശ്നം നമ്മുടെ മുൻപിൽ നിന്നും വിട്ടകലാൻ നമ്മൾ ശ്രമിച്ചേ മതിയാകുള്ളൂ. തെറ്റായ വഴികൾ ഒരിക്കലും
ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഭാവിയിൽ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും കൂടുതൽ പ്രശ്നങ്ങളേക്ക് നയിക്കാതിരിക്കാനും നമ്മൾ ഓരോരുത്തർക്കും കൂടുതൽ ജാഗ്രത പാലിക്കാൻ സാധിക്കട്ടെ. അധ്യായം 56. നമ്മൾ പല കാര്യങ്ങളും ഉടനെ വരാൻ വളരെയേറെ ആഗ്രഹിക്കുന്നവരാണ്. ഉടനെ വരും എന്നുള്ള വാക്ക് പ്രതീക്ഷകളുടേതാണ്. ചില കാര്യങ്ങൾ ഉടനെ വരില്ല, അതിന് അതിൻ്റേതായ സമയം കൊടുക്കേണ്ടതുണ്ട്. ഉടനെ വരും എന്ന് പറയാൻ നമ്മൾക്ക് ഓരോ കാര്യത്തിലും പ്രതീക്ഷകൾ ഉണ്ടാവേണ്ടതുണ്ട്. കാലം എത്ര കഴിഞ്ഞാലും ദുഃഖത്തിൻ്റെ അവസ്ഥകളിൽ പോലും പ്രതീക്ഷകൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾക്ക് ഉള്ളതെല്ലാം ഉടനെ വരും എന്നുള്ള പ്രതീക്ഷ കൈവിടാതിരിക്കുക. നമ്മൾ ഇന്നും ഇന്നലെകളുമായി ചെയ്യുന്നതിലെ നന്മകളാണ് നാളുകളിൽ നമ്മൾക്ക് പലരിലൂടെ നന്മകളായിട്ട് തിരിച്ചുണ്ടാവുക. നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ഉടനെ വരും എന്ന് ഏതോ വിഷമസന്ധിഘട്ടങ്ങളിലും പറയാൻ സാധിക്കട്ടെ. നഷ്ടങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ, നേട്ടങ്ങൾ ഉടനെ വരും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ കഴിയട്ടെ. നല്ല നേട്ടങ്ങൾ നമ്മൾക്ക് ഉടനെ തന്നെ വരുന്നതായിട്ട് കാണാൻ സാധിക്കട്ടെ. അധ്യായം 57. നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും നിറവേറണം എന്നില്ല. ലക്ഷ്യം ഉണ്ടെങ്കിലേ മുന്നോട്ട് അതിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ജോലി ചെയ്യുന്നത് പണം സമ്പാദിക്കുക, സേവനം ചെയ്യുക തുടങ്ങിയ ലക്ഷ്യത്തിന് വേണ്ടിയാകാം. പഠിക്കുന്നത് നല്ലൊരു ജോലി നേടണം, അറിവ് നേടണം തുടങ്ങിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യം ഉയർന്ന ലക്ഷ്യങ്ങൾ സ്വപ്നം കാണുന്നതിൽ നിന്നും ഒരുപക്ഷെ പിന്നോട്ട് വലിക്കാറുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ലക്ഷ്യം നേടാൻ പരിശ്രമിക്കാൻ തയ്യാറാണോ? അതൊന്നും ഒരു തടസ്സമേ അല്ല എന്ന് നമ്മുടെ ചുറ്റിലുമുള്ള പലരും തെളിയിച്ചു കഴിഞ്ഞു. പ്രായം ഒരുപാട് ആയി, ഇനിയിപ്പോൾ എന്ത് ലക്ഷ്യം കാണാനാണ് എന്ന് ചിന്തിക്കുന്നവർ നമ്മളിൽ പലരും ഉണ്ടാകാം. പ്രായം വെറുമൊരു നമ്പർ മാത്രം. നമ്മൾക്ക് ചെയ്യാനുള്ള മനസ്ഥിതിയുണ്ടോ? നമ്മുടെ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിത്യവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ നമ്മൾ മാത്രമാണ് പരിപൂർണമായി ശ്രമിക്കേണ്ടത്. പല സാഹചര്യത്തിലും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണെങ്കിൽ കൂടിയും ഭാവിയിൽ എന്ത് നേടണം എന്ന് ചോദിച്ചാൽ പലരും ഒരുപാട് കാര്യങ്ങൾ ഉത്തരമായി പറയുമെങ്കിലും ലക്ഷ്യത്തിനു വേണ്ടി പലപ്പോഴും പരിശ്രമിക്കാറില്ല. നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കാത്തിടത്തോളം നമ്മുടെ ലക്ഷ്യങ്ങൾ വിദൂരതയിൽ തന്നെ നിൽക്കും എന്നത് മറക്കാതിരിക്കുക. നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. അതിനനുസരിച്ച് ഭാവിയിൽ നേടേണ്ട ലക്ഷ്യങ്ങൾ കാണണം. മറ്റുള്ളവരുടെ ലക്ഷ്യം നമ്മൾ അനുകരിച്ചത് കൊണ്ട് ഒരുപക്ഷെ കാര്യമുണ്ടായെന്ന് വരില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ പങ്കുവയ്ക്കണം എന്നില്ല. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ കേൾക്കുന്നവർ നമ്മളെ ഒരു പക്ഷേ കളിയാക്കിയേക്കാം, നിരുത്സാഹപ്പെടുത്തിയേക്കാം. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മളെ നിരാശയിലേക്കും ലക്ഷ്യം നേടാതിരിക്കുന്നതിലേക്കും നയിക്കാൻ ഇടവരുത്തരുത്. വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ എത്തേണ്ട ലക്ഷ്യസ്ഥാനം ഉണ്ടാകുമല്ലോ. ഈ ലോകത്ത് പലരും നേട്ടങ്ങൾ സ്വന്തമാക്കിയതിന് കാരണം അവരുടെ മനസ്സിൽ നേടേണ്ട ലക്ഷ്യങ്ങൾ വ്യക്തമായി ഉണ്ടായതുകൊണ്ടാണ്. വീട് വയ്ക്കാൻ ലക്ഷ്യമുള്ളവർ അല്ലേ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മുൻകൂട്ടി തയ്യാറെടുക്കുകയുള്ളൂ. നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നിറവേറാൻ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയുകയില്ലല്ലോ. നമ്മുടെ ആയുസ്സ് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം. ഈ ഭൂമിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ നല്ല ലക്ഷ്യം നിറവേറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല ലക്ഷ്യങ്ങൾ കാണാൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയുള്ള നാളുകളിൽ കഴിയട്ടെ. അധ്യായം 58. നമ്മൾ ഉണർവോടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിയുകയുള്ളൂ. ഉണർവ് നഷ്ടപ്പെടാൻ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടായേക്കാം. വിശ്രമമില്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ ആർക്കും നിരന്തരം ജോലി ചെയ്യാൻ സാധിച്ചെന്ന് വരില്ലല്ലോ. നാളുകൾ നല്ലതാവാൻ വേണ്ടിയാണോ ഇന്നിലെ കഷ്ടപ്പാടുകൾ എത്ര ഉണ്ടെങ്കിലും പലരും അതെല്ലാം നേരിടാൻ തയ്യാറാവുന്നത്? ഉണർവ് നമ്മളിൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടേക്കാം. നഷ്ടപ്പെട്ട ഉണർവ് നമുക്ക് തിരിച്ചെടുക്കാൻ നമ്മൾ അതിയായി പരിശ്രമിക്കേണ്ടതുണ്ട്. ഉണർവ് നമ്മൾക്ക് ഏത് കാര്യത്തിലും നേട്ടങ്ങൾ കൈവരിക്കാൻ ആവശ്യമാണ്. നെഗറ്റീവ് ചിന്തകൾ അമിതമായാൽ നമ്മൾക്കതിലൂടെ ഉണർവ് നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ ഉണർവ് കാണിച്ചെങ്കിലേ നമ്മളെ ആശ്രയിക്കുന്നവർക്ക് ഒരു പരിധി വരെയെങ്കിലും ഉണർവ് ഉണ്ടാവുകയുള്ളൂ. സ്വന്തം ആവശ്യം കൂടിയാണെന്ന ബോധ്യം ഉണ്ടെങ്കിലാണ് ഉണർവ് പല കാര്യത്തിലും ഉണ്ടാവുകയുള്ളൂ. ഉണർവ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുക. ഉണർവോടെ പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുക. ഇന്നലകളിലെ മോശം സാഹചര്യം നമ്മൾക്കിന്ന് വിട്ടകലാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഇന്നലകളിലെ മോശം അവസ്ഥകളെ കുറ്റം പറഞ്ഞു നിരാശയിൽ കഴിയാതെ പരിശ്രമിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. എല്ലാവർക്കും നല്ല ഉണർവ് എല്ലായ്പ്പോഴും ലഭിക്കാൻ ഇടവരട്ടെ. അധ്യായം 59. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ഉത്തമ ബോധ്യം പല കാര്യത്തിലും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലർക്കും ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്നത്. മുന്നോട്ടുള്ള വഴികളിൽ അപകടം ഉണ്ടാകുമെന്ന് ഉത്തമ ബോധ്യമുള്ള വ്യക്തി സാധാരണഗതിയിൽ അത്തരം സാഹചര്യം ഒഴിവാക്കുകയാണ് ചെയ്യുക. പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഉത്തമ ബോധ്യം നേടാൻ കഴിയുകയുള്ളൂ. പല കാര്യത്തിലും ഒരു വ്യക്തിയുടെ ഉത്തമ ബോധ്യത്തോടെയാണ് ചെയ്യുന്നത് എന്ന് രേഖകൾ തെളിയിക്കുന്നത് ആ വ്യക്തിയുടെ ഒപ്പാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏത് കാര്യമായിക്കോട്ടെ നാളെ നമ്മൾക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണെന്ന് ഉത്തമ
ഉത്തമ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. ആർക്കും ദ്രോഹമാകുന്നത് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയം എടുക്കുക. ശരിയായ അറിവുള്ളവർ അത് മറ്റുള്ളവർക്ക് ശരിയായ വിധത്തിൽ പറഞ്ഞു കൊടുത്താൽ മാത്രമേ തെറ്റുകളിൽ നിന്നും പലർക്കും മോചനം നേടാൻ എളുപ്പം കഴിയുകയുള്ളൂ. നമ്മൾ അറിവ് നേടുന്നത് നാളുകൾ നമ്മുടെ ജീവിതത്തിൽ അതുമൂലം സന്തോഷവും സമാധാനവും കൊണ്ടുവരാനാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതുവരെ പലരിൽ നിന്നും കേൾക്കാനിടയായിട്ടുണ്ട്. അതിൽ പലതും ശരിയാണെന്ന് നമ്മൾ കാലങ്ങളെ വിശ്വസിച്ചു പോന്നിട്ടുണ്ടാകാം. ഒരു നാൾ സ്വന്തം അനുഭവത്തെ നേരിട്ട് ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും തങ്ങൾ വിശ്വസിച്ചിരുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുക. നമ്മൾക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യവും ഉത്തമ ബോധ്യത്തോടെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. നാളുകൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ലല്ലോ. ഉത്തമ ബോധ്യത്തോടെ വിജയത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾക്കാകണം. നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യവും നാളുകളിൽ ആർക്കും വേദനയ്ക്ക് കാരണം ആയിത്തരില്ല എന്ന ഉത്തമ ബോധ്യം ഉണ്ടാവട്ടെ. അധ്യായം 60. നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെയും നമ്മൾക്ക് ഉത്തമമായ കാര്യങ്ങളായിരിക്കില്ലല്ലോ. ഒരാൾക്ക് ഉത്തമമായത് മറ്റൊരാൾക്ക് ഉത്തമം ആകണമെന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന നിയമം അനുവദിക്കുന്ന ഉത്തമ കാര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും ഇന്നല്ലെങ്കിൽ നാളുകളിൽ ഉപകാരം ഉണ്ടാവണം. ഏതൊരു മനുഷ്യനും അവരുടേതായ പരിമിതികളിൽ നിന്ന് മാത്രമേ എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഉത്തമമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഏതൊരു കാര്യത്തിനും ഫലപ്രാപ്തി ലഭിക്കാൻ ഉത്തമമായ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെയേറെ ആവശ്യമാണ്. എന്ത് കാര്യവും ഉത്തമമായി ചെയ്യാൻ അതിൻ്റേതായ കാലതാമസം ഉണ്ടാവും. ഉത്തമമായ രീതിയിൽ എല്ലാവരോടും മാന്യമായി പെരുമാറുക. ഉത്തമമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. പല പരാജയങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പലർക്കും ഉത്തമമായ മാർഗം കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ. പ്രതിസന്ധികളെ, നിരാശകളെ, പരാജയങ്ങളെ, തോൽവികളെ എല്ലാം തന്നെ അതിജീവിക്കാൻ ഉത്തമമായ മാർഗം വളരെ വേഗത്തിൽ കണ്ടെത്താൻ സാധിക്കട്ടെ. അധ്യായം 61. ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരു ഉൽപ്പന്നം വാങ്ങിക്കഴിയുമ്പോൾ ആ ഉൽപ്പന്നത്തിന് നിശ്ചിത കാലാവധിക്കുള്ളിൽ ഉണ്ടാകുന്ന കേടുപാടുകൾക്ക് ആ കമ്പനി പരിപൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വം ആ കമ്പനി നൽകുന്നത് കൊണ്ടാണ് കൂടുതൽ ആളുകൾ ആ ഉൽപ്പന്നം വാങ്ങിക്കാൻ ഒരു പക്ഷേ മുന്നോട്ട് വരുന്നത്. ചെറുപ്പം തൊട്ടേ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഉത്തരവാദിത്വം ബോധം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും താങ്ങാവുന്നതിനപ്പുറമുള്ള ഉത്തരവാദിത്വമൊന്നും ഒരുപക്ഷെ നമ്മളിൽ പലരും ഏറ്റെടുക്കാറില്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ടവർ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു പോരുന്നുവെങ്കിൽ ഒരുപക്ഷെ പല അപകടങ്ങളും ഒഴിവായിപ്പോയനെ. വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിക്കേണ്ട ഉത്തരവാദിത്വം വാഹനത്തിൻ്റെ ഡ്രൈവർക്കാണല്ലോ. ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റേതായ ഉത്തരവാദിത്വം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിറവേറ്റേണ്ടതായിട്ട് വരും. നമ്മൾ പലതരത്തിലുള്ള ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സുരക്ഷ ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിക്കുന്നതിനാണ്. ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ അഭാവത്തിലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. എന്തു സൃഷ്ടിക്ക് പിന്നിലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാകും. അപമാനഭാരത്താൽ പലരും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാറുണ്ട്. എത്രയേറെ വ്യക്തികളാണ് അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചു പോരുന്നത്. ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം വളരെയധികം ആവശ്യമാണ്. ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും വളരെയധികം വേദനാജനകമാണ്. ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചാൽ മാത്രമേ വലിയൊരു ഉത്തരവാദിത്തം നമ്മളെ ഏൽപ്പിക്കാൻ ഒരുപക്ഷെ മറ്റുള്ളവർ താല്പര്യപ്പെടുകയുള്ളൂ. ഉത്തരവാദിത്ത ബോധമുള്ളവർ സമയം വെറുതെ പാഴാക്കി കളയില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ശരിയോ തെറ്റോ എന്ന് ആദ്യം തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. ശരിയല്ലാത്ത ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കുക. നമ്മൾ വരുത്തിയ വീഴ്ചകൾക്ക് നമ്മൾ മാത്രമല്ല പലപ്പോഴും ഉത്തരവാദിത്തം പറയേണ്ടത്. നമ്മളെ വരമേൽപ്പിച്ചിരിക്കുന്ന നേരായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. 62. ഉന്മേഷം കിട്ടുവാനായി പലതും നമ്മൾ ആശ്രയിക്കാറുണ്ട്. ഒരു പ്രായത്തിൽ ഉന്മേഷം കിട്ടിയ പലതും പിന്നീട് നമ്മൾക്ക് ഉന്മേഷം നൽകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷം കിട്ടാൻ ഒരുപാട് കാര്യങ്ങൾ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഉന്മേഷം നഷ്ടമായതിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിച്ചാൽ മാത്രമാണ് പലപ്പോഴും നഷ്ടപ്പെട്ട ഉന്മേഷം വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. ഉന്മേഷം ഉണ്ടെങ്കിലാണ് പലപ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ കിട്ടുകയുള്ളൂ. മറ്റുള്ളവരുടെ പ്രവർത്തികളാകാം, വാക്കുകളാകാം ഒരുപക്ഷെ നമ്മുടെ ഉന്മേഷം നഷ്ടപ്പെടുത്തിയത്. ഉന്മേഷം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉന്മേഷം നമ്മുടെ വാക്കിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും വേണം. തെറ്റായ രീതിയിലുള്ള ഉന്മേഷം കിട്ടുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. അല്ലെങ്കിൽ അവയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ട് നമ്മൾക്ക് സമ്മാനിച്ചേക്കാം. നിമിഷ നേരത്തെ ഉന്മേഷത്തിന് വേണ്ടി തെറ്റുകൾ ചെയ്താൽ പിന്നീടുള്ള കാലം ചെയ്ത തെറ്റിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വന്നേക്കാം. ഒരു പരിധി കഴിഞ്ഞാൽ ഉന്മേഷത്തോടെ ചെയ്യാൻ പല കാര്യങ്ങൾക്കും പറ്റാതെ വന്നേക്കാം. നമ്മൾ ഇന്നിപ്പോൾ ഉന്മേഷത്തിനായി ചെയ്യുന്നവ ഭാവിയിൽ നമ്മൾക്ക് ദോഷം വരുത്തി വയ്ക്കുന്നതാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഉന്മേഷം കിട്ടുന്നതിന് സഹായിക്കുന്ന പല കാര്യങ്ങളും പലരുടെയും വർഷങ്ങളായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുള്ള നേട്ടങ്ങളാണ്. അവരുടെ നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ഒത്തിരി പരാജയങ്ങളെയും വെല്ലുവിളികളെയും അവർക്കൊക്കെ ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാം. അതൊക്കെ നേരിടാൻ അവർ ഒരുക്കമായതുകൊണ്ടാണ് അവരിലൂടെ ഓരോ നേട്ടങ്ങളും മറ്റുള്ളവർക്ക് ഉന്മേഷം നൽകുന്നതിന് സഹായമായിട്ടുള്ളത്. ഓരോ ദിവസവും ഉന്മേഷത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. 63.
നമ്മുടെ ചുറ്റിലും നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾക്ക് പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനും ധാരാളം പരിമിതികളുണ്ട്. മറ്റുള്ളവർ നമ്മൾക്ക് നല്ല അവസരങ്ങൾ നൽകുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അവസരങ്ങളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. കിട്ടിയ അവസരം പരമാവധി ചൂഷണം ചെയ്യുന്നവർ ഉണ്ടായേക്കാം. എത്രയോ വ്യക്തികളാണ് മറ്റുള്ളവരുടെ ചൂഷണത്തിന് വിധേയമായി ജീവിതത്തിൽ വളരെയേറെ വേദന അനുഭവിക്കുന്നത്. നമ്മുടെ ബുദ്ധിയുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മളിൽ പലരും ഉപയോഗിക്കുന്നുള്ളൂ. ചെടി വളരണമെങ്കിൽ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വെള്ളം നിശ്ചിത ഇടവേളകളിൽ ചെടിക്ക് കിട്ടിയില്ലെങ്കിൽ ചെടിയുടെ വളർച്ച നഷ്ടപ്പെട്ടേക്കാം. മനുഷ്യരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ തോതിൽ ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കഴിവുകൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. എന്ന് കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നാളുകളിൽ ആ അവസരം നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല. നേട്ടങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 64. ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ നമ്മളിൽ പലരും ഒരു പക്ഷേ ശ്രമിക്കാറില്ല. നമ്മുടെ പരിമിതികളായിരിക്കാം പലപ്പോഴും ഉയർന്ന സ്വപ്നം കാണുന്നതിൽ നിന്നും നമ്മളെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതിന് പരിധികളില്ല. ഒരിക്കലും നല്ല സ്വപ്നം കാണുന്നതിനെ നമ്മളായിട്ട് തടയാതിരിക്കുക. നാളുകളെക്കുറിച്ച് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോരുത്തരും സന്തോഷവും സമാധാനവും ലഭിക്കാൻ ഉപകരിക്കുന്ന നല്ല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ശ്രമിക്കാം. നമ്മുടെ നല്ല സ്വപ്നങ്ങളെ മറ്റുള്ളവർ ഒരുപക്ഷെ നിരുത്സാഹപ്പെടുത്തിയേക്കാം, തടസ്സപ്പെടുത്തിയേക്കാം. അതിലൊന്നും തളരാതെ ഉറച്ച മനസ്സോടെ പൊരുതാൻ നമ്മൾക്ക് കഴിയണം. പലപ്പോഴും ചെറിയ സ്വപ്നങ്ങളാണ് പിന്നീട് വളർന്ന് വലുതായി മാറുന്നത്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത നേട്ടങ്ങൾ പലർക്കും നേടാൻ സാധിച്ചിട്ടുള്ളത് ചെറിയ സ്വപ്നമായിട്ട് പോലും അത് നേടിയെടുക്കാൻ പ്രതിസന്ധികളിൽ പോലും തളരാതെ പരിശ്രമിച്ചതുകൊണ്ടാണ്. നാളുകളെക്കുറിച്ച് നല്ല സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മൾ ഓരോരുത്തർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ കാണുന്ന ഓരോ സ്വപ്നവും നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് സന്തോഷം നൽകുന്നതാകണം. നമ്മൾ കാണുന്ന സ്വപ്നമെല്ലാം തന്നെ ഒരുപക്ഷെ സമയത്ത് നിറവേറ്റാൻ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി ആരിൽ നിന്നും ഒരുപക്ഷെ വേണ്ടത്ര പിന്തുണ ലഭിച്ചെന്ന് വരില്ല. അതിലൊന്നും തളരാതെ മുന്നോട്ട് പോകുവാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾ കാണുന്ന നല്ല സ്വപ്നങ്ങൾ നമ്മുടെ പരിശ്രമത്തിൻ്റെ വേഗത കൂട്ടാൻ ഒരുപക്ഷെ സഹായിച്ചേക്കും. നല്ല സ്വപ്നം സഫലമാകാൻ നമ്മൾ തന്നെ പരിശ്രമിക്കേണ്ടതുണ്ട്. ഉയർന്ന സ്വപ്നം കാണാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ കാണുന്ന നല്ല സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നിരന്തരം പരിശ്രമിക്കുകയും ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുമുണ്ട്. സ്വപ്നം കാണുമ്പോൾ പലപ്പോഴും നമ്മളിൽ അതെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സൗകര്യങ്ങളും ഒരുപക്ഷെ ഇന്നലകളിൽ പലരും കണ്ട സ്വപ്നത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. സ്വപ്നം ആർക്കും കാണാം. സ്വപ്നത്തിന് യാതൊരുവിധ പരിധികളും ഇല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട നല്ല സ്വപ്നം നേടിയെടുക്കുന്നതിലൂടെ മറ്റുള്ളവർക്കും അവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാനും നേട്ടങ്ങൾക്കായി പരിശ്രമിക്കാനും പ്രചോദനമായി തീരാൻ കഴിയട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും നല്ല സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ ഓരോരുത്തർക്കും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വപ്നം ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ അതിനുവേണ്ടി തുടക്കമിടുക എന്നതിലാണ് കാര്യം. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ അവസരങ്ങൾ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ നമ്മളിൽ പലരും ഒരുപക്ഷെ സംശയിക്കാറുണ്ട്, ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണോ എന്ന്. സ്വപ്നങ്ങളുടെ ലോകത്തിൽ മാത്രം കഴിയാതെ യാഥാർത്ഥ്യ ലോകത്തിലായിരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. സ്വപ്നം കാണുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും അതിൻ്റെ കഷ്ടപ്പാടും വേദനയും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. ഏത് വ്യക്തിയുടെ സ്വപ്നമായാലും അതെല്ലാം യാഥാർത്ഥ്യമാക്കുവാൻ കഷ്ടപ്പാട് ധാരാളം ഉണ്ടാകും. അതിനെയെല്ലാം അതിജീവിച്ചെങ്കിൽ മാത്രമേ സ്വപ്നം സ്വന്തമാക്കാൻ ആർക്കായാലും കഴിയുകയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിന് നിറം പകരാൻ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുവാൻ നമ്മൾ ഓരോരുത്തർക്കും നല്ല സ്വപ്നങ്ങൾ കാണാൻ സാധിക്കട്ടെ. നമ്മുടെ നല്ല സ്വപ്നം എന്നെങ്കിലും ഒരിക്കലും സഫലമാകട്ടെ. 65. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഉറച്ച വിശ്വാസം ആവശ്യമാണ്. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല കാര്യത്തിലും വളരെ വേഗത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും. പല സാഹചര്യത്തിലും പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഉറച്ച വിശ്വാസം നമ്മളിൽ നിന്നും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഏതു കാര്യത്തിലും ഉറച്ച വിശ്വാസം നേടണമെങ്കിൽ നമ്മൾക്ക് ആ കാര്യത്തിൽ അറിവുണ്ടാവേണ്ടതുണ്ട്. ഈ ലോകത്തുള്ള ഓരോ വ്യക്തികൾക്കും ഓരോരോ വിശ്വാസങ്ങളാണ്. നമ്മൾ വിശ്വസിക്കുന്നത് എന്തോ അതാണ് നമ്മുടെ ചിന്തകളിലേക്ക് നെഗറ്റീവ് ചിന്തകളാണ് കൂടുതൽ കടന്നു വരുന്നതെങ്കിൽ നമ്മൾക്ക് നിരാശയും ദുഃഖവുമായിരിക്കും ഉണ്ടാവുക. നമ്മൾ പോസിറ്റീവ് ചിന്തകളാണ് മനസ്സിലേക്ക് കടത്തിവിടുന്നതെങ്കിൽ നമുക്ക് സന്തോഷവും ഉത്സാഹവുമായിരിക്കും ലഭിക്കുക. ഉറച്ച വിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ മുതൽ നമ്മൾ പരാജയത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ കഴിവിൽ ഉറച്ചു വിശ്വസിക്കുക. നാളുകളിൽ വിജയം സ്വന്തമാക്കാൻ നമ്മുടെ കഴിവിൽ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഉറച്ച വിശ്വാസമുള്ള വ്യക്തികൾക്ക് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളെ വളരെയേറെ സഹായിക്കും. 66. നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടില്ലേ എന്ന് നമ്മൾ പലരും ഉറപ്പുവരുത്താറില്ലേ? ഒരു ഉൽപ്പന്നം നമ്മൾ വിശ്വസിച്ച് വാങ്ങുന്നത് ആ ഉൽപ്പന്നം പല പരീക്ഷണങ്ങൾ വിജയിച്ചു എന്ന് ആ ഉൽപ്പന്നത്തിൻ്റെ പാക്കേജിൽ സാക്ഷ്യപ്പെടുത്തിയത് കൊണ്ടാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിന് മുൻപായി അതിനുവേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മുടെ പക്കൽ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമ്മൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ഓരോ കാര്യവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തു കാര്യത്തിലും നമ്മൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ പല കാര്യങ്ങളും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് വളരെയേറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം.
നമ്മളെന്ത് വാങ്ങിച്ചാലും അതിന് ഗുണമേന്മ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാറുണ്ടല്ലോ. നമ്മളിൽ പലരും പുതിയൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത് ഇതിനു മുമ്പ് ഉപയോഗിച്ചവരുടെ അഭിപ്രായം കഴിവതും തേടാറുണ്ട്. പല സ്ഥാപനങ്ങളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അവർക്കുള്ള പ്രത്യേകതകൾ കൊണ്ടാണ്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ അതിലുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഓരോ ഡ്രൈവർ തൻ്റെ വാഹനം മുന്നോട്ടെടുക്കുന്നതിന് മുൻപായി പ്രധാനമായി വാഹനത്തിൻ്റെ ബ്രേക്ക് കാര്യക്ഷമമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തും. ഇല്ലെന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാകുമെന്ന് ആ ഡ്രൈവർക്കറിയാം. നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഭാവിയിൽ ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നാളുകൾക്ക് ഉപകാരപ്പെടുന്നതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. 67 നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ട് വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മൾ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ടതുണ്ട്. പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയം വേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തി അതിനുള്ള പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചില്ല എങ്കിൽ നമ്മൾക്ക് വിജയം എന്നും അകലെ തന്നെയായിരിക്കും. നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആരും തന്നെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറില്ല. അറിവുള്ളവർ പറഞ്ഞു തരുന്ന ശരിയായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മളിൽ പലർക്കും സങ്കടത്തിൽ കഴിയേണ്ടി വരില്ലായിരുന്നു. ഓരോ കാര്യവും ഉൾക്കൊള്ളാൻ വൈകിക്കൂടാ. ഉൾക്കൊള്ളാൻ വൈകുന്നതനുസരിച്ച് ഒരുപക്ഷെ ദുഃഖങ്ങളും കൂടിക്കൊണ്ടിരിക്കും. ഈ ലോകത്തുള്ള എല്ലാം നഷ്ടപ്പെടാൻ നിമിഷം നേരം മതി എന്നത് ഇനിയെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയണം. നമ്മുടെ സ്വന്തം എന്ന് കരുതിയ പലതും നമ്മളിൽ നിന്നും ഏത് നിമിഷവും നഷ്ടപ്പെട്ടേക്കാം. എന്ത് വിജയത്തിന് പിന്നിലും നല്ലതുപോലെ കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ കാലയളവ് മാത്രമാണ്. ഇതിനിടയിലുള്ള ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള വിഷമസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. എല്ലാം നമ്മൾക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് ശരിയായ വിധത്തിൽ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. പണം നമ്മുടെ പക്കലുണ്ടെങ്കിൽ ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ടായേക്കാം. പണം നമ്മളിലില്ലെങ്കിൽ ആളുകൾ നമുക്ക് ചുറ്റിലും ഒരുപക്ഷെ ഉണ്ടായെന്ന് വരില്ല. ഈ ലോകത്ത് പണം കൊടുത്താൽ കിട്ടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ആരോഗ്യവും മനസ്സമാധാനവും ക്ഷമയും വിശപ്പും സ്നേഹവുമെല്ലാം പണം കൊടുത്താൽ കിട്ടുന്നതല്ലല്ലോ. ഇനി നമ്മൾക്ക് മുന്നിൽ അധികം സമയമില്ല എന്ന ബോധ്യത്തോടെ ഉള്ള സമയം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അധ്യായം 68 എല്ലാവർക്കും എല്ലായ്പ്പോഴും സംതൃപ്തി ലഭിക്കണമെന്നില്ലല്ലോ. ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താനുള്ള യാത്രയിലാണ്. ജീവിതത്തിൽ ഓരോ സമയത്തും വേണ്ട സംതൃപ്തിയുടെ മാനദണ്ഡങ്ങൾ ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാവരെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും കഴിയണമെന്നില്ലല്ലോ. ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയാതെ നിരാശയിൽ കഴിയുന്നവർ നമ്മളിൽ പലരും ഒരുപക്ഷെ ഉണ്ടായേക്കാം. സംതൃപ്തി നേടാൻ കഴിയാത്ത സാഹചര്യത്തെ അതിജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ആത്മധൈര്യം നേടേണ്ടതുണ്ട്. നമ്മളെടുക്കുന്ന ഓരോ തെറ്റായ തീരുമാനങ്ങളും നമ്മുടെ സംതൃപ്തിയെ സാരമായി തന്നെ ബാധിച്ചേക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം വേണ്ട സമയത്ത് നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിൽ നിരാശപ്പെടാതെ മുന്നോട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം. പരിശ്രമിക്കാതെ ആർക്കും തന്നെ എന്ത് കാര്യത്തിലായാലും സംതൃപ്തി നേടിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ഓരോ ജോലിയിലും ഓരോരുത്തർക്കും ഒരുപാട് കാര്യങ്ങൾ സംതൃപ്തിയോടെ ചെയ്യാനുണ്ട്. സംതൃപ്തിയോടെ ചെയ്യുന്ന ഏതൊരു ജോലിയും ചുറ്റുമുള്ളവരിലും ഒരുപക്ഷെ സന്തോഷം നൽകാൻ സാധിച്ചേക്കാം. ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നതാണ് പല സാഹചര്യത്തിലും ഉചിതം. പണവും സുഖസൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾക്കും സംതൃപ്തി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ. പണവും സുഖസൗകര്യങ്ങളും വേണ്ടത്ര ഇല്ലെങ്കിൽ പോലും ഉള്ളതിൽ സംതൃപ്തിയോടെ കഴിയുന്നവരും ഉണ്ടായേക്കാം. ഓരോ കാര്യത്തിലും സംതൃപ്തി കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. എന്ത് കാര്യത്തിലും സംതൃപ്തിയോടെ ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ സന്തോഷവും സമാധാനവും കൈവരിക. പലപ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ സംതൃപ്തി നേടാൻ കഴിയാതെ മുന്നോട്ട് പോകേണ്ടി വന്നേക്കാം. ചിലർക്കൊക്കെ ചെയ്യുന്ന ജോലി സംതൃപ്തി നൽകുമെങ്കിലും അതിലൂടെ കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങളും മറ്റും സംതൃപ്തി നൽകിക്കൊള്ളണം എന്നില്ല. മറ്റു ചിലർക്കാകട്ടെ ജോലിയിലൂടെ കിട്ടുന്ന സാമ്പത്തിക നേട്ടങ്ങളും മറ്റും സംതൃപ്തി നൽകുമെങ്കിലും ചെയ്യുന്ന ജോലിയിൽ സംതൃപ്തി ഉണ്ടാകണമെന്നില്ല. ഉള്ളതിൽ സംതൃപ്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും മറ്റു വഴികൾ തേടുന്നത്. സംതൃപ്തിക്ക് വേണ്ടിയുള്ള കുറുക്ക് വഴി അന്വേഷണം ഒരുപക്ഷെ നമ്മൾക്ക് നിരാശകൾ സമ്മാനിച്ചെന്ന് വരാം. നേരോടെ കഷ്ടപ്പെട്ട് നേടുന്നത് മാത്രമേ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതകാലം മുഴുവൻ സംതൃപ്തി നൽകാൻ കഴിയുകയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന നേരായ സംതൃപ്തി നമ്മൾക്കൊരു നാൾ പരിശ്രമത്തിലൂടെ നേടാൻ കഴിയട്ടെ. അധ്യായം 69 ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ നമ്മളിൽ ഊർജ്ജം ആവശ്യമാണ്. നമ്മൾക്ക് ഊർജ്ജം നഷ്ടപ്പെടാൻ പല കാരണങ്ങൾ കാണും. അതൊക്കെ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഒരുപാട് ഊർജ്ജം നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട്. അത് നമ്മൾ കണ്ടെത്തി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പ്രകൃതി നമ്മൾക്ക് നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. പ്രകൃതി വിഭവങ്ങളാണ് മനുഷ്യർക്ക് ജീവൻ നിലനിർത്താനുള്ള ഊർജ്ജം പ്രധാനമായിട്ട് നൽകുന്നത്. പ്രകൃതിയെ മലിനമാക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മൂലമാണ് പല പ്രകൃതി ദുരന്തങ്ങൾക്കും പ്രധാന കാരണം
കാരണമായി മാറുക. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം വരും തലമുറകൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളുകളിൽ നമ്മളിൽ പലരും ഈ ഭൂമിയിൽ നിന്നും മരണം വഴി അകന്നു പോകും. നമ്മൾ ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. ശുദ്ധമായ വായു ഇല്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഒത്തിരി ആളുകൾ നമ്മൾക്ക് ചുറ്റിലും ഉണ്ടാവില്ലേ. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുക എത്ര മനോഹരമായ കാര്യമാണ്. ലോകത്തുള്ള എല്ലാ കാഴ്ചകളും ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ മുഴുവനായിട്ട് കാണാൻ കഴിയുന്നു വരില്ല. കഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ല കാര്യങ്ങൾക്ക് നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറായ നമ്മൾക്കൊരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയും. നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. പോസിറ്റീവ് ഊർജ്ജം കിട്ടുന്നിടത്ത് കൂടുതൽ വ്യാപരിക്കുക. കൂടുതൽ ഊർജ്ജസ്വലതയോടെ നല്ല കാര്യങ്ങൾക്കായി പ്രവർത്തിക്കാൻ കഴിയട്ടെ. അധ്യായം 70. നമ്മൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഒരിടത്ത് എത്തിച്ചേരേണ്ടതുണ്ട്. നമ്മളിലേക്ക് പണം എത്തിച്ചേരണമെങ്കിൽ നമ്മൾ നല്ലതുപോലെ നേരായ വിധത്തിൽ കഷ്ടപ്പെടാൻ ഒരുക്കമാകേണ്ടതുണ്ട്. വിജയം എത്തിച്ചേരാൻ നമ്മൾ അതിനനുസരിച്ച് അധ്വാനിച്ചുമതിയാക്കുള്ളൂ. പലരും അവർക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയാതെ ആകുമ്പോൾ നിരാശയിലാകാറുണ്ട്. എത്തിച്ചേരേണ്ട സ്ഥലത്ത് നമ്മൾക്ക് എത്തിച്ചേർന്നാൽ മാത്രമാണ് പൂർണ്ണമായ തോതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരുടെ ജീവിത രീതി കണ്ടുകൊണ്ട് അവരെ അന്ധമായി അനുകരിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പിന്നീടുള്ള കാലം ദുഃഖിക്കേണ്ടി വന്നേക്കാം. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഒരു നാൾ മരണമുണ്ട്. ഒരു വിത്ത് നട്ടു അതിൽ നിന്നും വിളവെടുക്കാൻ പാകത്തിൽ ആകുന്നിലേക്ക് എത്തിച്ചേരാൻ നിശ്ചിത സമയം ആവശ്യമാണ്. നമ്മുടെ ദുഃഖങ്ങൾ ആകുന്നു പകരം സന്തോഷം നിറയുന്നിലേക്ക് എത്തിച്ചേരാനും സമയം ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തർക്കും നല്ല ലക്ഷ്യങ്ങൾ എന്നും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കുക. ഒരു നാൾ വിജയിക്കുമെന്ന്. വിജയത്തിനായി നല്ലതുപോലെ പരിശ്രമിച്ചാൽ മാത്രമാണ് വിജയത്തിലേക്ക് ആർക്കായാലും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും കാണും ഓരോരോ കുറവുകൾ. നമ്മുടെ കുറവുകൾ ഒരുപക്ഷെ നമ്മൾക്ക് എളുപ്പം പല കാര്യങ്ങൾ സ്വന്തമാക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചേക്കാം. എങ്കിൽ പോലും ക്ഷമയോടെ നിരന്തരം പരിശ്രമിച്ചാൽ കുറവുകൾ ഉണ്ടെങ്കിൽ കൂടി വിജയം സ്വന്തമാക്കാൻ സാധിച്ചേക്കും. നമ്മുടെ പക്കലുള്ള ഈ സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുക. നമ്മളെല്ലാവർക്കും നല്ലതുപോലെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന നല്ല വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. അധ്യായം 71. നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാറുണ്ട്. ആ ബുദ്ധിമുട്ട് നേരിടാതെ മറ്റു മാർഗ്ഗമില്ലല്ലോ. നമ്മൾക്ക് ആവശ്യത്തിന് പണമില്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒന്നും സ്വന്തമാക്കാൻ സാധിച്ചെന്ന് വരില്ലല്ലോ. നമ്മൾ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കടന്നു വരുന്ന പ്രതിസന്ധികൾ മുന്നിൽ എന്തു ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മൾ ആഗ്രഹിച്ച പലതും ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ലഭിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കുറവുകൾ നമ്മൾക്ക് മുന്നോട്ട് ഒത്തിരി കാര്യങ്ങൾക്ക് കുറവുകൾ സൃഷ്ടിച്ചേക്കാം. എന്തു ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. രോഗങ്ങൾ ദുരിതങ്ങൾ എല്ലാം വരുമ്പോൾ ഒരുപക്ഷെ അതെല്ലാം പരിഹരിക്കാൻ നമ്മുടെ ചുറ്റിലുമുള്ള നല്ലവരായ മനുഷ്യരുടെ സഹായം ആവശ്യമാണ്. എന്തു ചെയ്യാൻ പറ്റുമെന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു മാറ്റവും സംഭവിക്കില്ല. പകരം മുന്നോട്ട് ഓരോ കാര്യങ്ങളും ചെയ്തേ പറ്റുള്ളൂ. പല കാര്യങ്ങൾക്കും നിയമത്തിൻ്റെ വഴി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ചികിത്സ വേണ്ട കാര്യങ്ങൾക്ക് ചികിത്സ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിരാശയോടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഓരോ തടസ്സങ്ങളുണ്ടാകുമ്പോഴും ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. പലരുടെയും ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടായപ്പോൾ അവർ അതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകാൻ തയ്യാറായതുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യാൻ പറ്റുമെന്നോർത്ത് തളർന്നിരിക്കാതെ മുന്നോട്ട് ചുവടുവയ്ക്കുക. മുന്നിലൂടെ ധാരാളം വഴികൾ നമ്മൾക്കായി തുറന്നു കിടക്കുന്നത് കാണാൻ കഴിയട്ടെ. 72. ഈ ലോകത്തിൽ എത്രയോ മനുഷ്യരാണുള്ളത്. എല്ലാവരും പല കാര്യത്തിൽ വ്യത്യസ്തരായവരാണ്. നമ്മൾ ചിന്തിക്കുന്നത് മോശമെങ്കിൽ അത് നമ്മുടെയൊക്കെ പ്രവൃത്തികളെ സാരമായി ബാധിച്ചേക്കാം. നമ്മൾ ഈ ഭൂമിയിൽ പിറന്നത് നമ്മുടെ ആരുടെയും താല്പര്യം കൊണ്ടല്ല. നമ്മൾക്കുള്ള കുറവുകൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. കുറവുകൾ പരിഹരിക്കാൻ നമ്മുടേതായ പരിശ്രമം ആവശ്യമാണ്. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള അപകർഷതാബോധം നമ്മൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ആ സാഹചര്യം നമ്മൾ ധീരതയോടെ നേരിടുക. എല്ലാവരും അവരവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒന്നും തന്നെ നേടാൻ കഴിയുമായിരുന്നില്ലല്ലോ. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക നിരാശയായിരിക്കും. എത്ര സമ്പത്തുണ്ടെങ്കിലും അതുകൊണ്ട് സന്തോഷവും സമാധാനവും ഇല്ലാത്ത മനുഷ്യരും നമ്മുടെ ചുറ്റിലും ഒരുപക്ഷെ കണ്ടേക്കാം. ഒരു കറിയിൽ വേപ്പില ഇടുന്നത് ആ കറിയിൽ രുചി കൂട്ടാൻ വേണ്ടിയാണല്ലോ. കറിയായി കഴിയുമ്പോൾ ആരും തന്നെ കറിവേപ്പില ഭക്ഷണം ആയി കഴിച്ചില്ല എങ്കിൽ പോലും കറിവേപ്പില ഉണ്ടായത് കൊണ്ട് മാത്രം രുചിയിൽ വേണ്ട വ്യത്യാസം കൊണ്ടുവരാൻ സാധിച്ചു. നമ്മൾ ഒരു നാൾ ഒരുപക്ഷെ പലരാലും വെറുക്കപ്പെട്ടവരും ഒറ്റപ്പെട്ടവരുമായേക്കും. അവിടെയെല്ലാം ദൃഢവിശ്വാസത്തോടെ മുന്നേറാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഒരു ആപത്ത് ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കുക നമ്മുടെ ചുറ്റിലുമുള്ളവർ ആയിരിക്കും. ഒരു പണത്തിനും നേരിട്ട് വന്ന് സഹായിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ മനുഷ്യരെ വില കുറച്ച് കാണാതിരിക്കുക. നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ള ചിന്ത എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ അപ്പോഴൊക്കെ ആ അവസ്ഥകളെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് മറികടക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 73. ജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്ന എത്രയോ മനുഷ്യരാണ് നമുക്കിടയിലുള്ളത്. നഷ്ടങ്ങളിൽ നിന്നും കരകയറാൻ കഠിന പരിശ്രമം തന്നെ ഒരുപക്ഷെ നമ്മൾക്കൊക്കെ വേണ്ടി വന്നേക്കാം. നാളെകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഇന്നിപ്പോൾ ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നത്. നഷ്ടങ്ങൾ ഒത്തിരി ജീവിതത്തിൽ ഉണ്ടായിട്ടും അതിലൊന്നും തളരാതെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വിജയം വരിച്ചിട്ടുള്ള എത്ര വ്യക്തികളാണ് നമ്മൾക്ക് ചുറ്റിലുമുള്ളത്. അവർക്കൊക്കെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിഞ്ഞത് ദൃഢനിശ്ചയമായിരുന്നു. നമ്മളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല. ഓരോ പരാജയവും വിജയത്തിന്
മുന്നോടിയാണല്ലോ. പരാജയങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ചുകൊണ്ട് നിരന്തരം മുന്നോട്ട് നീങ്ങാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിരന്തരം പരിശ്രമം നമ്മളെ ഒരു നാൾ വിജയത്തിലെത്തിച്ചേക്കാം. ഈ ലോകത്തിൽ ഒന്നും തന്നെ സ്ഥിരമല്ലല്ലോ. നിശ്ചിത കാലാപരിധി കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും എല്ലാം തന്നെ ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. നമ്മളൊക്കെ ഈ ലോകത്തേക്ക് വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ തിരികെ പോകുന്നു. അതിനുള്ള കൊച്ചു ജീവിതം മാത്രമാണ് ഈ ലോകത്തുള്ളത്. ഉള്ളതിൽ സന്തോഷിക്കാൻ, ഉള്ളതുപോലെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയട്ടെ. ഇപ്പോഴത്തെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാവാൻ അക്ഷീണം പരിശ്രമിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, സമ്പാദ്യം, വസ്തുവകൾ, ജോലി, അധികാരം, കഴിവ്, ഓർമ്മ, ബുദ്ധി എല്ലാം ഏത് നിമിഷവും നഷ്ടപ്പെട്ടേക്കാം. അതിലൊന്നും അഹങ്കരിക്കാതിരിക്കുക. ഒഴിവാക്കാമായിരുന്ന പല നഷ്ടപ്പെടലുകൾക്കും കാരണം മുന്നറിയിപ്പുകൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കാത്തത് കൊണ്ടാണ്. നഷ്ടപ്പെടലുകൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാൻ മുന്നോട്ട് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇനിയെങ്കിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മനുഷ്യത്വം നഷ്ടപ്പെടാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കുക. ചുറ്റിലുമുള്ള മനുഷ്യരെ സഹജീവികളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. നഷ്ടപ്പെടലുകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. അതെല്ലാം ധീരതയോടെ നേരിടാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. പ്രകൃതി ദുരന്തം മൂലം എത്രയോ ആളുകളാണ് നമുക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ടു, അവർക്ക് സ്വന്തമായതെല്ലാം നഷ്ടപ്പെട്ട് മറ്റിടങ്ങളിലേക്ക് യാത്രയാകേണ്ടി വന്നിട്ടുള്ളത്. നഷ്ടപ്പെടലിൻ്റെ വേദന നഷ്ടപ്പെട്ടവർക്കേ അറിയുള്ളൂ. ശരിയായ തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ പല നഷ്ടപ്പെടലുകളും ഒരു പക്ഷേ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാമായിരുന്നു. ഓരോ നഷ്ടപ്പെടലുകളിൽ നിന്നും ആവശ്യമായ തിരിച്ചറിവ് നേടി മുന്നോട്ടുള്ള ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയട്ടെ. നഷ്ടപ്പെടലുകളിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ വരാൻ നമ്മൾക്ക് പോസിറ്റീവ് ചിന്ത ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾക്ക് ഇനിയും നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നും ഉറച്ചു വിശ്വസിക്കുക. അതിനെ അലസത കൂടാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾക്ക് ഈ ലോകത്ത് നിന്നും എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ആത്മവിശ്വാസമുണ്ടെങ്കിൽ മുന്നോട്ട് നടക്കാനുള്ള വഴികൾ തെളിഞ്ഞു വന്നേക്കാം. നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ ഏത് ദുരിത സാഹചര്യത്തിൽ നിന്നും കയറാമെന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളെ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഏതൊരു വ്യക്തിക്കും നഷ്ടങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറം ആണെങ്കിൽ കൂടിയും അവയെല്ലാം ശരിയായ വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ദുരിതം ആയിരിക്കും ഒരുപക്ഷെ സംഭവിക്കുക. ഏതൊരു ദുഃഖമായാൽ പോലും കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് ദുഃഖത്തിൻ്റെ കാഠിന്യത്തിൽ വ്യത്യാസം വന്നേക്കാം. എല്ലാ സങ്കടങ്ങളും എളുപ്പം നമ്മളെ വിട്ടു പോകില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയം ആവശ്യമാണ്. ചില നഷ്ടപ്പെടലുകൾ നമ്മൾക്ക് തിരിച്ചറിവ് നേടിത്തരാനുള്ളതാണ്. ചില നഷ്ടപ്പെടലുകൾ അതിനേക്കാൾ ഉയർന്ന് നേടിയെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയുള്ളതാണ്. ഇന്നലകളിലെ നഷ്ടപ്പെടലുകൾ മാത്രം ഓർത്തിരുന്നാൽ നമ്മൾ ആർക്കും തന്നെ ഇന്നിൽ ജീവിക്കാനോ ഒന്നും നേടിയെടുക്കാനോ കഴിയണമെന്നില്ല. ചില നഷ്ടപ്പെടലുകൾ തടയാൻ മനുഷ്യർക്ക് ആർക്കും തന്നെ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. പ്രകൃതി ദുരന്തത്തെ നേരിടാൻ മനുഷ്യർക്ക് ഒത്തിരി പരിമിതികളുണ്ടല്ലോ. നമ്മൾക്ക് നമ്മുടെ ചുറ്റിലുമായി ഉണ്ടായിട്ടുള്ള നഷ്ടപ്പെടലുകളെ ശരിയായ വിധത്തിൽ നേരിടാൻ നമ്മൾ ഓരോരുത്തർക്കും ആത്മധൈര്യവും ആത്മവിശ്വാസവും നേടിയെടുക്കാൻ സാധിക്കട്ടെ. 4. എന്തു കാര്യത്തിലും എളുപ്പം കൈവരിക്കണം എങ്കിലും അതിനു മുൻപ് കഷ്ടപ്പെടാൻ തയ്യാറാവേണ്ടതുണ്ട്. എവിടെയൊക്കെ എളുപ്പം ഉണ്ടോ അതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ കഷ്ടപ്പാടുകളും ഉണ്ടെന്നത് മറക്കാതിരിക്കുക. നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടാൻ നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാവേണ്ടതുണ്ട്. ഒരിക്കൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് എന്തെങ്കിലും ഒരിക്കൽ കിട്ടാതിരിക്കില്ല. എന്തു കാര്യവും എളുപ്പം ആയി കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുക. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് എളുപ്പം കിട്ടാൻ നല്ലതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയണം. നമ്മൾ ആരും തന്നെ എല്ലാം തികഞ്ഞു വന്നവർ അല്ലല്ലോ. സാഹചര്യമാണ് നമ്മളെ ഓരോ തിരിച്ചറിവുകൾ നൽകി സഹായിക്കുന്നത്. ഒരു ശിശു ഭൂമിയിൽ പിറക്കണമെങ്കിൽ നിശ്ചിത കാലം അമ്മയുടെ ഉദരത്തിൽ കഴിയേണ്ടതുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ് വളർച്ച ആരംഭിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശാരീരിക വളർച്ചയോടൊപ്പം മാനസിക വളർച്ച നമ്മൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്ത് കാര്യവും എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. നമ്മൾ എത്ര പരിശ്രമിക്കുന്നുവോ അതനുസരിച്ചിരിക്കും നമ്മൾക്കുള്ള നേട്ടങ്ങൾ ഓരോന്നും. പല കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ പരിശ്രമം ആവശ്യമാണ്. ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ വീഴ്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട്. എന്തു കാര്യവും ചേരേണ്ടതുപോലെ ചേർന്നാൽ മാത്രമാണ് എളുപ്പമാകുള്ളൂ. വിശപ്പുണ്ടെങ്കിലാണ് ഭക്ഷണം എളുപ്പത്തിൽ കഴിക്കാൻ കഴിയുള്ളൂ. വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എന്നത് അത്ര എളുപ്പമല്ലല്ലോ. നാളുകളിൽ ഓരോ കാര്യവും എളുപ്പമാക്കാൻ ഇന്ന് നമ്മൾ ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട്. എല്ലാവർക്കും ഓരോ കാര്യവും നാളുകളിൽ എളുപ്പമാക്കാൻ ഇന്ന് ലഭിച്ച സമയങ്ങളെ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ കഴിയട്ടെ. 75. ജീവിതത്തിൽ ഏകാഗ്രത വളരെയേറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ പലയിടത്തും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. ഏകാഗ്രതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് നല്ലതുപോലെ ഉണ്ടാവേണ്ടതുണ്ട്. ഏകാഗ്രത നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചേക്കും. മനസ്സിനെ നന്മയിലേക്ക് എത്തിക്കാൻ ഈ ലോകത്തുള്ള ഏറ്റവും നല്ല വഴി നല്ല കാര്യങ്ങൾക്കായി ഏകാഗ്രതയോടെ പ്രവർത്തിക്കുക എന്നതാണ്. ഏകാഗ്രത ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും വളരെ എളുപ്പം ചെയ്തു തീർക്കാൻ കഴിയും. പല ജോലികളും ഏകാഗ്രതയോടെ ചെയ്തു തീർക്കേണ്ടവയാണ്. ഏകാഗ്രത നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വിശ്രമം കൊടുത്താൽ മാത്രമാണ് പല കാര്യങ്ങൾക്കും വേണ്ട ശ്രദ്ധ നൽകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമാണ് ഏകാഗ്രതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും ചെയ്യുന്ന കാര്യത്തിൽ വേണ്ട ഏകാഗ്രത ഉണ്ടാവട്ടെ.
അധ്യായം 76. നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഏറ്റവും സങ്കടകരമായിട്ട് തോന്നുന്നത് ഉണ്ടാകുമല്ലോ. ആരും സഹായിക്കാനില്ലാതെ തിരിഞ്ഞു നോക്കാനില്ലാത്ത സാഹചര്യത്തിൽ എല്ലാം നമുക്കൊക്കെ വളരെയേറെ വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. നമ്മുടെ ജീവിതത്തിൽ നാളുകൾ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും കൃത്യമായി നമ്മളോട് പറയാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. അങ്ങനെ എത്ര സാഹചര്യത്തിലൂടെയൊക്കെ നമുക്കൊക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. സ്വപ്നം സ്വന്തമാക്കാൻ കഴിയാതെ പോയാൽ, പണം, പദവി, ജോലി, ആരോഗ്യം, സുഖസൗകര്യം എല്ലാം നഷ്ടമായാൽ നമുക്കൊക്കെ സങ്കടമുണ്ടാവും. പല സങ്കടങ്ങൾക്കും കാരണം നമ്മുടെ മറ്റുള്ളവരുടെ ഭാഗത്തെ തെറ്റായ പ്രവൃത്തികൾ മൂലമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വേണ്ട കരുതലില്ലെങ്കിൽ അതൊരു പക്ഷേ നാളുകളിൽ വലിയ അളവിൽ സങ്കടത്തിന് കാരണമായേക്കാം. തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചിലരില്ലെങ്കിലും ഒരു പക്ഷേ വളരെയേറെ സങ്കടത്തിന് കാരണമായേക്കാം. സങ്കടം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ ശരിയായ വിധത്തിൽ നേരിടാൻ സാധിക്കുമെന്ന് തിരിച്ചറിയണം. ഏത് സങ്കടത്തിന് പിന്നിലും ഓരോരോ കാരണങ്ങളുണ്ടാകും. അത് മനസ്സിലാക്കി പരിഹരിച്ചാൽ മാത്രമേ സങ്കടത്തിൻ്റെ തോത് കുറയുകയുള്ളൂ. ജോലിയില്ലാത്ത അവസ്ഥ, കളിയാക്കൽ, നേരിടേണ്ടി വരുന്ന അവസ്ഥ, സ്വന്തമായി വീടില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ആവാം ഓരോ വ്യക്തികൾക്കും സങ്കടത്തിൻ്റെ കാരണം. നമ്മൾ നേരിടേണ്ടി വരുന്ന ഓരോ സങ്കടവും നമ്മളിൽ നിന്ന് അകലാൻ അതിൻ്റെതായ സമയം ആവശ്യമാണ്. കാലം കഴിയുന്തോറും ദുഃഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു വരും. സങ്കടം ഉളവാക്കിയ സാഹചര്യം. പട്ടിണി കിടക്കുന്ന വ്യക്തിയുടെ സങ്കടം സുഭിക്ഷമായും ഭക്ഷണം കിട്ടുന്ന വ്യക്തിക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾക്ക് എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും സമ്പത്ത് കൊണ്ട് നികത്താനാകാത്ത ഒത്തിരി സങ്കടങ്ങൾ ഈ ലോകത്തുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മരണം നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടമാക്കുന്ന കാര്യമാണ്. ആ വ്യക്തിയുടെ കുറവ് മറ്റാരെയും കൊണ്ട് നികത്താൻ കഴിയുന്നതല്ലല്ലോ. നമ്മുടെ പൂർവികർ അനുഭവിച്ചിരുന്ന പല സങ്കടങ്ങളും തലമുറകൾ മാറി വന്നപ്പോൾ ഓരോരോ കണ്ടുപിടുത്തം വഴിയായി പരിഹാരം കണ്ടെത്തിക്കൊണ്ട് വന്നു. എല്ലാവരുടെയും സങ്കടങ്ങൾ നാളുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ അകലാൻ ഇടവരട്ടെ. ഏത് സങ്കടമായാലും അതിനെ ധീരമായി നേരിട്ട് മുന്നേറാൻ നമ്മൾ ഓരോരുത്തർക്കും നിരന്തരം പരിശ്രമിക്കുക. അധ്യായം 77. നമ്മൾ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് മാത്രമാണല്ലോ ചെയ്യാൻ സാധിക്കുക. നമ്മൾക്ക് മനസ്സ് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. ചെറിയ കാര്യങ്ങൾ അവഗണിച്ചാൽ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ നിരാശപ്പെട്ടിരുന്നാൽ ഒരു കാര്യവും ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റിലുമുള്ളവർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരുടെയും ആവശ്യങ്ങൾ സമയത്ത് നടക്കുന്നത് തന്നെ. സമയം പാഴാക്കാതെ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മടി വിചാരിക്കാതെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അധ്യായം 78. നമ്മളിൽ പലർക്കും മറ്റുള്ളവരെ ചില സാഹചര്യങ്ങളിൽ വേണ്ടത്ര പരിഗണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ എത്ര താഴേക്ക് പോയാലും നമ്മളെ മുകളിലേക്ക് എത്തിക്കാൻ ഈ പറഞ്ഞ മറ്റുള്ളവരാണ് ഉണ്ടാവുകയുള്ളൂ എന്നത് മറക്കാതിരിക്കുക. നമ്മൾ വിചാരിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറണമെന്നില്ലല്ലോ. അവരൊക്കെ അവരുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിലായിരിക്കും ഓരോ കാര്യവും മുന്നോട്ട് ചെയ്യുന്നത്. ഒരു സമൂഹത്തിൽ പലതരത്തിലുള്ള മനുഷ്യരെ കാണാൻ കഴിഞ്ഞേക്കാം. അതിൽ നല്ലവർ ആയവരും മോശം ആയവരും ഉണ്ടാവാം. നമ്മൾ നല്ലതായാലാണ് നമ്മളെക്കൊണ്ട് നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് താങ്ങാൻ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. പോരായ്മകൾ ഇല്ലാത്ത മനുഷ്യരില്ല. പോരായ്മകൾ പരിഹരിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ സഹായിക്കുക. നമ്മളിന്ന് മറ്റുള്ളവരെ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്തയിൽ ഒഴിവാക്കിയാൽ നാളുകളിൽ നമ്മളെയും മറ്റുള്ളവർ ഒരു പക്ഷേ ഒഴിവാക്കിയേക്കാം. ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു നാൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയേണ്ടവരാണ് എന്നുള്ള ചിന്തയിൽ ജീവിക്കാൻ കഴിയട്ടെ. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യർക്ക് നമ്മളെ കൊണ്ടാകുന്നത് പോലെ ഉപകാരം ചെയ്യാൻ സാധിക്കട്ടെ. അധ്യായം 79. നമ്മൾക്ക് ഈ ലോകത്തിൽ എന്ത് സാധനം വാങ്ങണമെങ്കിലും അതിനുവേണ്ടി അതിൻ്റേതായ വില കൊടുക്കേണ്ടി വരും. ഓരോ വർഷം കഴിയുന്തോറും ചില കാര്യങ്ങൾക്ക് വില കൂടുകയും ചില കാര്യങ്ങൾക്ക് വില കുറയുകയും ചെയ്യാറുണ്ട്. പണ്ട് പ്രാധാന്യമുണ്ടായിരുന്ന പലതും പിൽക്കാലത്ത് പ്രാധാന്യം നഷ്ടം ആയെന്ന് വന്നേക്കാം. നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരെ, സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവരെയൊക്കെ ഒരിക്കലും വില കുറച്ച് കാണാതിരിക്കുക. നമ്മൾ തയ്യാറാക്കുന്ന വിഭവങ്ങളിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കഴിക്കുമ്പോൾ അതിൻ്റേതായ രുചി ഭക്ഷണത്തിൽ കൈവരും. വില കുറഞ്ഞ സാധനമാണ് ഉപ്പ് എന്ന് കരുതി ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. ഓരോരുത്തരുടെയും അധ്വാനത്തിന് വില നൽകാൻ പഠിക്കണം. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും അവരുടേതായ രീതിയിൽ ചെറുതും വലുതുമായ ജോലികൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. പ്രാധാന്യം കൊടുക്കുന്നതിനും വേണ്ടതുപോലെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. ആരൊക്കെ എന്തൊക്കെ നമ്മളെപ്പറ്റി പറഞ്ഞാലും നമ്മൾക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ഏതൊരു കാര്യത്തിലും അതിൻ്റേതായ വില നൽകാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ അധ്വാനത്തിന് യാതൊരു വില നൽകാതെ അവരെ പറ്റിക്കുന്നവരുണ്ട്. നാളെ ആ ഒരു അവസ്ഥ അവരവർക്ക് ഉണ്ടാകുമ്പോഴാണ് ഒരു പക്ഷേ വേദന തിരിച്ചറിയുക. വിലയുള്ളതിന് വിലയില്ലാതാകാനും വിലയില്ലാത്തതിന് വില ഉണ്ടാകാനും നിമിഷ നേരം മതി. നമ്മൾക്ക് ആർക്കും ഭാവിയിൽ എന്തു സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. യാതൊരു കാരണവശാലും ആരെയും വില കുറച്ച് കാണാനിട വരാതിരിക്കട്ടെ. അധ്യായം 80. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം. നിരാശ നിറഞ്ഞ അവസ്ഥയിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലൊക്കെ ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കണമെന്നില്ല. മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നുപോയ പലർക്കും പിന്നീട് ആ അവസ്ഥയിലൂടെ ഇനിയൊരിക്കലും കടന്നു പോകരുതെന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാകും.
മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ഇത്രയും ദുസ്സഹമായ സാഹചര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ഇന്നിപ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ കഷ്ടപ്പാടുണ്ടെന്നത് മറക്കരുത്. നമ്മൾ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അവരുടെ സമയവും അധ്വാനം നമ്മൾക്കായി മാറ്റിവെച്ചത് കൊണ്ടാണ്. ലോകം നമ്മൾക്ക് മുൻപിൽ പല കാലഘട്ടത്തിലും വലിയ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥകൾ നമ്മൾ ചുറ്റിലുമുള്ളവർക്കുണ്ടാകുമ്പോൾ അവർക്കൊക്കെ സഹായമാകാൻ നമ്മൾക്ക് ആയിരിക്കും ഒരു പക്ഷേ കഴിയുക. നമ്മൾ ആ സാഹചര്യം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ഒരു പക്ഷേ നമ്മുടെ ചെറിയ സഹായം മതിയാകും അവരുടെ ജീവിതം രക്ഷപ്പെടാൻ, കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ. നമ്മുടെ ഭരണത്തിലൂടെ ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥകൾ നമ്മൾക്കുണ്ടാകും എന്നത് ഉറപ്പാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥകളെയൊക്കെ ശരിയായ വിധത്തിൽ നേരിടാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 81. ഈ ഭൂമിയിലുള്ള ഓരോന്നിനും നിശ്ചിത കാലം ആയുസ്സാണല്ലോ ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിശ്ചിത ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതൊരു മനുഷ്യനും സങ്കടം മാറി സന്തോഷം വരാനും സന്തോഷം മാറി സങ്കടം വരാനും നിമിഷ നേരം മതിയല്ലോ. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും എവിടെയൊക്കെയോ എന്തൊക്കെയോ കുറവുകൾ നമ്മളിൽ പലർക്കും ഒരു പക്ഷേ അനുഭവപ്പെട്ടേക്കാം. നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരക്കം പച്ചലുകൾക്കിടയിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ നമ്മളിൽ പലർക്കും കടന്നു പോകേണ്ടി വന്നേക്കാം. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എന്തും സ്ഥിരമല്ല എന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ വേദനയുടെ സമയങ്ങളിൽ ഒരു പക്ഷേ വളരെയധികം ആശ്വാസം കിട്ടിയേക്കാം. വളർച്ച പ്രാപിക്കാൻ കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു മാറ്റവും സ്ഥിരമല്ല എന്ന് ഈ പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നു. രാത്രി പകലാകുന്നു, ചൂട് മാറി തണുപ്പാകുന്നു. കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് മാറ്റങ്ങൾ വേണം എന്നും ഒരവസ്ഥയിൽ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർന്ന നിലവാരം കൊണ്ടുവരാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ലല്ലോ. മനുഷ്യൻ നിർമ്മിക്കുന്ന എന്തിനും ഒരു നിശ്ചിത കാലം മാത്രമാണല്ലോ ആയുസ്സുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഉപയോഗത്തിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമായി വരും. ഈ ലോകത്തിൽ ജീവിതം ആർക്കും സ്ഥിരമല്ലല്ലോ. നമ്മുടെ കാലം കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരും വിടവാങ്ങും. നമ്മുടെ ചുറ്റിലുമുള്ള അംഗീകരിക്കേണ്ട മാറ്റങ്ങൾ അംഗീകരിക്കുക. ഒന്നും സ്ഥിരമല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. 52. ഈ ലോകത്തിൽ എത്ര വിഷയങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിലകളിൽ ഉണ്ടായിരുന്ന വിഷയങ്ങൾ പലതും ഇന്നിപ്പോൾ അപ്രത്യക്ഷിതമായി പോകുന്നുണ്ട്. നമ്മുടെ ജീവിത നിലവാരം ഉയരണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ച് നമ്മുടെയൊക്കെ അറിവിൽ കാര്യമായ അഭിവൃദ്ധി കൊണ്ടുവരേണ്ടതുണ്ട്. പണ്ട് ജീവിച്ചവർ നേരിട്ട സാഹചര്യമല്ല ഇന്നിപ്പോൾ മനുഷ്യർ അനുഭവിക്കുന്നത്. ഇന്നുള്ള മനുഷ്യർ അനുഭവിക്കുന്ന കാര്യങ്ങളല്ല വരും തലമുറകൾ നേരിടേണ്ടി വരുന്നത്. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ ചുറ്റിലുമുള്ള അറിവുള്ള മനുഷ്യരെയാണ് നമ്മൾ ആശ്രയിക്കുക. നമ്മൾക്കൊരു രോഗം വന്നാൽ ആ രോഗത്തെപ്പറ്റി പഠിച്ചിട്ടുള്ള ഡോക്ടറെ നമ്മൾ കാണാൻ പോകുന്നത് ആ വ്യക്തിക്ക് ഇതേക്കുറിച്ച് കാര്യമായിട്ട് അറിയാം എന്നതുകൊണ്ടാണ്. നമ്മൾക്കറിയേണ്ട കാര്യങ്ങൾ ശരിയായ അറിവുകൾ കിട്ടുന്നിടത്ത് നിന്നും അന്വേഷിച്ച് കണ്ടെത്തുക. നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉടനെ തന്നെ പരിഹാരം ലഭിക്കണമെന്നില്ല. നിരന്തരമായ അന്വേഷണവും ശ്രമവും അതിനാവശ്യമാണ്. ലോകത്ത് നിന്നിപ്പോൾ അറിവുകൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ അറിവുകളൊക്കെ ശരിയാണോ എന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. തെറ്റായ അറിവുകൾ നമ്മുടെയൊക്കെ മുൻപോട്ടുള്ള യാത്രയെ ഇല്ലാതാക്കിയേക്കാം. ഓരോ വിഷയവും ശരിയായ വിധത്തിൽ അറിഞ്ഞ ശേഷം മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുക. നമ്മുടെ ജീവിതത്തിന് ഗുണം ചെയ്യുന്ന വിഷയങ്ങൾ ശരിയായ വഴികളിലൂടെ അറിയാൻ നമ്മളെല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 83. നമ്മൾ പല കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുന്നത് വേണ്ടത്ര ഒരുക്കത്തോടെ ആയിരിക്കുമല്ലോ. ഒരുക്കങ്ങൾ ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ പാഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. നമ്മുടെ മുന്നോട്ടുള്ള യാത്രകളിൽ ഒരുങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ അവരുടെ കുറേ കാലങ്ങളായിട്ട് പഠിച്ച കാര്യങ്ങൾ പരീക്ഷയിലൂടെ ഉത്തരങ്ങളായിട്ട് രേഖപ്പെടുത്താൻ ഒരുങ്ങേണ്ടതുണ്ട്. കാലാവസ്ഥ പ്രവചനം അനുസരിച്ച് വേണ്ടത്ര ഒരുക്കങ്ങൾ സ്ഥിരീകരിക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഒരു പക്ഷേ വലിയൊരു നഷ്ടത്തിന് തന്നെ കാരണമായി തീർന്നേക്കാം. ഏതൊരു ഭാഷയിലും നന്നായി ആശയവിനിമയം ചെയ്യാൻ നല്ലതുപോലെ ഒരുക്കങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഓരോ കാര്യത്തിനും അതിൻ്റേതായ യോഗ്യതകൾ നേടിയവർക്ക് മാത്രമാണ് ഒരുങ്ങാൻ കഴിയുകയുള്ളൂ. മുൻപോട്ട് പല സാഹചര്യത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. അവിടേക്ക് നമ്മളെ തന്നെ ഒരുക്കാൻ സാധിക്കേണ്ടതുണ്ട്. മുൻകൂട്ടി ഒരുങ്ങാൻ പല സാഹചര്യത്തിലും നമ്മളിൽ പലർക്കും കഴിയുന്നു വരില്ല. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഒരുക്കുമ്പോൾ തിരിച്ചറിയുക കാലം എല്ലാത്തിനും കണക്ക് ചോദിക്കുമെന്ന്. സത്യം എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരും. ഇല്ലാത്ത കഥകൾ ഒരുക്കുകയും മറ്റുള്ളവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതിലൂടെ സന്ദർശനം കണ്ടെത്തുന്നവർ ഉണ്ടാവാം. അവരൊക്കെ ഒരിക്കൽ മറ്റ് വ്യക്തികൾ അനുഭവിച്ച വേദന അനുഭവിക്കുമ്പോൾ മാത്രമാണ് എത്രത്തോളം വേദന നിറഞ്ഞ അനുഭവം ആണെന്ന് തിരിച്ചറിയുക. ലോകം നമ്മൾക്ക് നിരവധി നല്ല അവസരങ്ങൾ നൽകുന്നുണ്ട്. നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സമയത്തെ വിനിയോഗിക്കുക. നല്ല കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യാൻ നമ്മൾ തന്നെ ഒരുക്കുക. നമ്മൾക്കോ നമ്മുടെ ചുറ്റിലുമുള്ളവർക്കോ ഉണ്ടായിട്ടുള്ള വീഴ്ചകളിൽ നിന്നും തെറ്റുകുറ്റകളിൽ നിന്നും നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനായി നമ്മുടെ സമയം നല്ല കാര്യങ്ങൾ കൈമാറ്റി വയ്ക്കാനിടയാകട്ടെ. വീഴ്ചകളിൽ നിന്ന് കരകയറാൻ തെറ്റുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ഒരുങ്ങാൻ സാധിക്കട്ടെ. അധ്യായം 84. നമ്മളെല്ലാവരും ഓരോ കാര്യത്തിനു വേണ്ടി ഒരുങ്ങുന്നവരാണ്. നമ്മൾ ശരിയായ വിധത്തിൽ ഒരുങ്ങിയാൽ മാത്രമേ കൂടുതൽ വിജയ സാധ്യത ലഭിക്കുകയുള്ളൂ. ഓരോ കാര്യത്തിനും അതിൻ്റേതായ രീതിയിൽ വേണം ഒരുങ്ങുവാനായിട്ട്. പഠനം ഓരോരുത്തരും പല രീതിയിലാണ് നടത്തുന്നത്. ചിലർക്ക് വായനയിലൂടെയാണ് പഠനം എളുപ്പം ആകുന്നതെങ്കിൽ മറ്റു ചിലർക്ക് അത് എഴുത്തിലൂടെ ആയിരിക്കും. വേറെ ചിലർക്ക് അത് സംസാരത്തിലൂടെ ആയിരിക്കും. ഓരോരുത്തരും അവരവർക്ക് ഉചിതമായ രീതിയിലാണ് ഒരുങ്ങേണ്ടത്. ബൈക്ക് യാത്രയിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് തലയിൽ വയ്ക്കേണ്ടത് നിയമം അനുശാസിക്കുന്നതാണ്. നിയമം തെറ്റിച്ചാൽ അതിൻ്റെ ശിക്ഷ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടി വരും എന്നത് മറക്കാതിരിക്കുക. ഹെൽമെറ്റ് വയ്ക്കുന്നത് നിയമം അനുസരിക്കുന്നത് മാത്രമല്ല, നമ്മുടെ യാത്രകളിൽ അപകടങ്ങളിൽ നിന്നും വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നതിനാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മുടെ ആയുസ്സും ആരോഗ്യം മാറ്റിവെച്ചത് അവരൊക്കെ നമ്മൾ ഉപേക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്ന അവസ്ഥകൾ ഒരു പക്ഷേ ഉണ്ടായെന്ന് വരാം. അന്ന് നമ്മളിൽ പലർക്കും ഒത്തിരി വേദനകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ തന്നെ ഒരുക്കുക.
ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഭക്ഷണം തയ്യാറാക്കാൻ അതിനുവേണ്ട സാമഗ്രികൾ ഒരുക്കേണ്ടതുണ്ട്. കൃത്യമായ ചേരുവകൾ ചേർത്തില്ലെങ്കിൽ രുചികരമായ രീതിയിൽ ഭക്ഷണം തയ്യാറാക്കാൻ സാധിച്ചെന്ന് വരില്ല. എന്ത് കാര്യത്തിനും വേണ്ടത്ര ഒരുക്കങ്ങളില്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പരാജയം ഒഴിവാക്കാനുള്ള ഒരു വഴി വേണ്ട രീതിയിൽ ഒരുങ്ങുക എന്നതാണ്. എല്ലാവർക്കും അവരവർക്ക് എത്തിച്ചേരുന്ന ലക്ഷ്യസ്ഥാനത്തിന് വേണ്ടി വേണ്ട രീതിയിൽ ഒരുങ്ങാൻ സാധിക്കട്ടെ. അധ്യായം 85. പല സാഹചര്യത്തിലും മനുഷ്യർ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്നവർ അനുഭവിക്കുന്ന വേദന വളരെ ഭയാനകമാണ്. ഒറ്റപ്പെട്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി മനുഷ്യർ നമ്മൾക്കിടയിലുണ്ട്. ഒറ്റപ്പെട്ട സാഹചര്യം നമ്മൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മളെ ഈ നിലകളിൽ ഒറ്റപ്പെടുത്തിയവർ നമ്മളെ ഇന്ന് ചേർത്ത് പിടിക്കുന്നുണ്ടാകും. നമ്മൾക്ക് നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ നമ്മളിൽ നിന്നും പലരും അകന്നു പോയേക്കാം. നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അകന്നു പോയ പലരും അടുപ്പം കൂടിയേക്കാം. നമ്മൾ ഏതൊരു അവസ്ഥയിലാണെങ്കിലും നമ്മൾക്ക് എല്ലാ കാലവും തോന്നുക നമ്മൾ മാത്രമാണെന്നത് മറക്കാതിരിക്കുക. നമ്മൾ ആരും തന്നെ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അല്ലല്ലോ. സാഹചര്യമാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്. നമ്മൾ എത്ര ഒറ്റപ്പെട്ടാലും നമ്മുടെ ശക്തി വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ അധികമായി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചേക്കാം. ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പോൾ അതിന് ശരിയായ വിധത്തിൽ നേരിടുക. സാമ്പത്തികമില്ലാത്ത അവസ്ഥകൾ പലരെയും ഒറ്റപ്പെടുത്തുന്നവയാണ്. രോഗങ്ങൾ, ദുരിതങ്ങൾ, നഷ്ടങ്ങൾ എല്ലാം മനുഷ്യരെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിലേക്ക് എത്തിച്ചേക്കാം. ഈ അവസ്ഥകളിൽ പോലും നമ്മൾക്ക് ശക്തിയോടെ പൊരുതാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകൾ വേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെവർക്കും സാധിക്കട്ടെ. എല്ലാ മനുഷ്യരും അവസാനം ഒറ്റയ്ക്കാകും എന്നത് പ്രപഞ്ച സത്യമാണ്. നമ്മുടെ ശ്വാസം അവസാനിക്കുന്നത് വരെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മറ്റുള്ളവരെ ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ തയ്യാറാവുക. ഈ ലോകത്ത് നമ്മളെക്കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റാർക്കും നമ്മൾക്ക് പകരം ചെയ്യാൻ കഴിയില്ലെന്നത് മനസ്സിലാക്കി നമ്മുടെ സമയം പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. നമ്മൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന സമയം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടുന്ന അവസ്ഥകളെയൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിച്ചേക്കും. അധ്യായം 86. മനുഷ്യർ സാമൂഹികമായി ബന്ധം പുലർത്തി ജീവിക്കുന്നവരാണ്. മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. നമ്മൾ മനുഷ്യർ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്നും ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ വളരെയേറെ വിഷമതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. എല്ലാവരെയും നമുക്ക് ഒറ്റപ്പെടുത്താൻ എളുപ്പമാണ്. ചേർത്ത് നിർത്താനാണ് വളരെയേറെ പ്രയാസം അനുഭവപ്പെടുക. നമ്മൾ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്കും മറ്റുള്ളവരിൽ നിന്നും ഒറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാകേണ്ടി വരും. ഒറ്റപ്പെടുന്ന അനുഭവം ആർക്കും തന്നെ അത്ര നല്ലതല്ലല്ലോ. ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന വേളയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരാളെയും ഒറ്റപ്പെടുത്താതെ അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് പരിഹാരമാർഗം നിർദ്ദേശിക്കുക. സമൂഹത്തിന് വിപത്തുണ്ടാകുന്ന വ്യക്തികളെ സമൂഹം ഒറ്റപ്പെടുത്തിയേക്കാം. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾക്കൊരു പരിധിവരെ ഒറ്റപ്പെടുത്തൽ അനുഭവങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തൽ തെറ്റായിപ്പോയി എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്ന നിമിഷം തെറ്റ് തിരുത്താൻ തയ്യാറാവേണ്ടതുണ്ട്. ഒരുപാട് അടുപ്പമായതിനു ശേഷം ഒറ്റ നിമിഷത്തിൽ ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന വേദന മറ്റാർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കുറവുകളില്ലാത്ത മനുഷ്യരില്ല. ഒറ്റപ്പെടുത്തലുകൾക്ക് കാലം കണക്ക് ചോദിക്കുമായിരിക്കും. പലർക്കും ഒറ്റപ്പെടുത്തൽ അനുഭവങ്ങൾ ആദ്യമൊക്കെ വേദന നൽകിയെങ്കിലും പിന്നീട് അവർ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിയട്ടെ. അധ്യായം 87. നമ്മൾക്ക് പല സാഹചര്യങ്ങളിലും ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. ഒഴിഞ്ഞു നിൽക്കേണ്ടടുത്ത് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണല്ലോ മാന്യത. മറ്റുള്ള എല്ലാവരും ആഘോഷിക്കുന്നത് പോലെ നമ്മൾക്ക് ആഘോഷിക്കാൻ എല്ലായ്പ്പോഴും സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം. നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത് നമ്മുടെ ഓരോ പ്രവൃത്തിയും. ഉള്ള സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് ചിലവാക്കുക. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി ആഘോഷിച്ചാൽ അതിൻ്റെ കടം തുറക്കാനുള്ള ഓട്ടത്തിലാകും പിന്നീടുള്ള കാലം. അതൊരു പക്ഷേ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിയേക്കാം. നെഗറ്റീവ് പറയുന്നതിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ദുശീലങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട്. മോശമായ സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചവരോട്, ചതിച്ചവരോട് എല്ലാം നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ടുണ്ട്. അനുഭവങ്ങളാണ് നമുക്ക് തിരിച്ചറിവുകൾ നൽകുന്നത്. ശരിയായ തിരിച്ചറിവുകൾ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ സാധിക്കും. നമ്മുടെ സന്തോഷം, സമാധാനം ഇല്ലാതാക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അധ്യായം 88. നമ്മുടെ ജീവിതത്തിൽ നിന്നും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട്. നമുക്ക് പ്രയോജനം ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാറുണ്ടല്ലോ. വിലപ്പെട്ട സമയത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒഴിവാക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. ഏത് മേഖലയിലാണെങ്കിലും നമ്മളെ ആവശ്യം ഇല്ലെങ്കിൽ ഒഴിവാക്കുക തന്നെ ചെയ്യും. കരാറിലുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ കരാർ ഒഴിവാക്കുകയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും. നല്ല തിരഞ്ഞെടുക്കുമ്പോൾ മോശമായത് ഒഴിവാക്കപ്പെടുക സ്വാഭാവികമാണ്. ഏതൊരു ഒഴിവാക്കലുകളും ആലോചിച്ചു തീരുമാനിക്കേണ്ട ഒന്നാണ്. പല ഒഴിവാക്കലുകളും പിന്നീട് സ്വീകരിക്കുവാനോ മറ്റോ കഴിയണമെന്നില്ല. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയില്ലെങ്കിൽ വേദനകളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചെന്ന് വരാം. അധ്യായം 89. നമ്മൾക്ക് പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാൻ കഴിയുന്നത് ഓർമ്മകൾ ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഓർമ്മകൾ ഒരിക്കൽ ഇല്ലാതെയാകും. നമ്മൾ നമ്മളെ തന്നെ മറക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നു ചേരാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി ഓർക്കാൻ എത്ര പേർക്ക് കഴിയും? കൂടി വന്നാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ വല്ലപ്പോഴുമൊക്കെ ഓർത്തേക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക. ആരിൽ നിന്നും യാതൊന്നും പ്രതീക്ഷിച്ചു കൊണ്ടാകരുത്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോ പുതിയ കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ബുദ്ധിക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. ചിലർക്ക് പല കാര്യങ്ങളും വളരെ കാലശേഷം കൃത്യമായി ഓർക്കാൻ കഴിയുന്നു. ചിലർക്ക് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ കണ്ട കാര്യങ്ങൾ കൃത്യമായി പറയാൻ കഴിയുന്നു. അതൊക്കെ ചിലർ സ്വന്തം കഠിന പരിശ്രമത്താൽ
വളർത്തിക്കൊണ്ട് വരുന്നതാണ്. കാണാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നവരുണ്ട്. അവരൊക്കെ ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ട് നേടിയതാണ് അതൊക്കെ. പരിശ്രമിക്കാൻ തയ്യാറായാൽ നമ്മൾക്കും നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞേക്കും. നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ ഒഴിവാക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. നമ്മൾ വളരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ വളർന്നാൽ മാത്രമാണ് നമ്മുടെ ചുറ്റിലുമുള്ളവരെ വളരുവാൻ സഹായിക്കാൻ കഴിയുകയുള്ളൂ. എത്രയൊക്കെ ഓർമ്മശക്തിയുള്ള വ്യക്തിയാണെങ്കിലും നമ്മുടെ തലയിലുള്ള ഞരമ്പുകൾ തകരാറിലായാൽ ഒരു പക്ഷേ ഓർമ്മകൾ നഷ്ടമായേക്കാം. നല്ല ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും പഠിക്കുന്നുണ്ട്. തെറ്റായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പലരും ശ്രമിച്ചെന്ന് വരാം. അതിനെയൊക്കെ പിന്തള്ളാൻ നമുക്ക് കഴിയണം. ശരികളെ കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. ബുദ്ധി വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതുണ്ട്. 90 നമ്മൾ പല വഴികളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, കടന്നു പോകേണ്ടവരാണ്. ദാരിദ്ര്യത്തിലൂടെ കടന്നു പോയവർ നമ്മൾക്ക് ചുറ്റിലും ധാരാളം പേർ കാണും. ഇന്നലകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ചാൽ മാത്രമേ മുന്നോട്ട് സുഗമമായി പോകുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കടന്നു പോകേണ്ട വഴികളിലൂടെ നമ്മൾ തന്നെ കടന്നു പോകേണ്ടതുണ്ട്. മറ്റാർക്കും നമ്മൾക്ക് പകരമായി കടന്നു പോകുവാൻ കഴിയുകയില്ല. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരിക്കലും കടന്നു പോകേണ്ടവരാണ്. ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഇന്നലകൾ നമ്മളിൽ നിന്നും കടന്നു പോവുകയാണ്. ദുഃഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി കടന്നു വരുന്നതാണ്. ഓരോ സാഹചര്യവും നമ്മളെ കൂടുതൽ കരുത്ത് നേടാൻ സഹായിക്കട്ടെ. നമ്മൾ ആർക്കും തന്നെ മുൻപിൽ ഏതൊക്കെ സാഹചര്യമായിരിക്കും കടന്നു വരിക എന്ന് മുൻകൂട്ടി പറയാൻ സാധിക്കില്ലല്ലോ. നമ്മൾ നേരിടുന്ന വേദനാജനകമായ കാര്യങ്ങളും നമ്മൾക്ക് മുന്നോട്ട് കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ഊർജ്ജം നൽകട്ടെ. നമ്മൾ തളർന്നാൽ നമുക്ക് തന്നെയാണ് നഷ്ടമുണ്ടാവുക. നമ്മൾക്കുള്ള കഴിവുകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കാൻ സാധിക്കട്ടെ. ഈ സമയവും കടന്നുപോകും. ഒരു രാത്രിക്ക് പകലെന്നതുപോലെ നമ്മുടെ ഇന്ത്യൻ്റെ ദുഃഖങ്ങൾ നാളുകളിൽ സന്തോഷമായി തീരട്ടെ. അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ. 91 നമ്മളിലേക്ക് പല കാര്യങ്ങളും കടന്നു വരാറുണ്ട്. ചിലതൊക്കെ നമ്മൾ ക്ഷണിക്കുന്നത് കൊണ്ട് മറ്റു ചിലത് ക്ഷണിക്കാതെയും. നമ്മൾ ആരും തന്നെ അസുഖം നമ്മൾക്കുണ്ടാകാൻ ആഗ്രഹിക്കാറില്ല. അസുഖം ഒരാൾക്ക് വരാൻ പല കാരണങ്ങൾ ഉണ്ടാവാം. മോശമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഒത്തിരി ആളുകൾക്കുണ്ടായിട്ടുള്ളത് അറിയാം. പല രോഗങ്ങളും പടരുന്നവയാണ്. വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിലൂടെയും പഴകിയ ഭക്ഷണം കൊടുക്കുന്നതിലൂടെയും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താലും മോശമായ കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നെന്ന് വരാം. നമ്മൾക്ക് ഉള്ളത് ആർക്കും തടയാൻ കഴിയില്ലല്ലോ. നമ്മുടെ സമയം പൂർത്തിയാകുമ്പോൾ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകേണ്ടി വരും. ഈ ലോകത്തിൽ ജനിച്ച ഒരാൾക്ക് ഉറപ്പായിട്ടും കടന്നു വരുമെന്നുള്ളത് മരണമാണ്. നമ്മളിലേക്ക് അനാവശ്യമായി പലതും കടന്നു വരാതിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ മാർഗ്ഗങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നിയമങ്ങളും പാലിക്കപ്പെടേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതായി സ്വപ്നം കാണുക. അതിനായി പരിശ്രമിക്കുക. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. അപ്പോഴൊക്കെ ആ സാഹചര്യത്തെ നേരിടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പരാജയങ്ങളിൽ തളർന്നിരിക്കാതെ പൊരുതിയാൽ മാത്രമാണ് നമ്മളിലേക്ക് വിജയം കടന്നു വരികയുള്ളൂ. എന്തും നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ അതിനുള്ള വഴി നമ്മൾ തുറക്കേണ്ടതായിട്ടുണ്ട്. നിലകളിൽ പലരും പരിശ്രമിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് പല കാര്യങ്ങളും സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്നത്. നല്ല കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുക. ദുഃഖവും സന്തോഷവും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കരുതുക. പ്രയാസമില്ലാതെ ആർക്കും സന്തോഷം കണ്ടെത്താനാവില്ലല്ലോ. നിലകളിൽ നമ്മൾ എന്തു കാര്യത്തിന് വേണ്ടി പ്രയാസപ്പെട്ടു അതായിരിക്കും ഒരു പക്ഷേ നാളുകളിൽ നമ്മൾക്ക് സന്തോഷത്തിന് കാരണമായി തീരുക. ദുഃഖത്തിനപ്പുറം സന്തോഷം നമ്മളിലേക്ക് കടന്നു വരാൻ നമ്മുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ആവശ്യമാണെന്നത് മറക്കാതിരിക്കുക. അധ്യായം 92 നമ്മൾ ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ അവരുടേതായ കടമകൾ നിർവഹിക്കാനുണ്ട്. ഓരോ മനുഷ്യരും അവർക്കുള്ള കടമകൾ ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം മനോഹരമായി കടന്നു പോകുന്നത്. കടമകൾ ഭംഗിയായി നിർവഹിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ഒരുപക്ഷെ അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ കടമകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മരണം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട ഒത്തിരി കടമകൾ ഓരോ മനുഷ്യരിലുമുണ്ട്. നമ്മുടെ വാക്കും പ്രവൃത്തികളും നമ്മുടെ ചുറ്റിലുമുള്ളവരെ സ്വാധീനിച്ചേക്കാം. നമ്മൾ നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതിരിക്കുക. നല്ല വ്യക്തിത്വമുള്ളവർ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ അവരുടെ നാശം കാണാനോ ആഗ്രഹിക്കില്ല. ഏതൊരു മനുഷ്യർക്കും ചുറ്റിലുമുള്ള മനുഷ്യർ മാത്രമാണ് താങ്ങും തണലും ആയിട്ടുണ്ടാവുക. നമ്മൾ ഒരാൾക്ക് നന്മകൾ ചെയ്താൽ നമ്മൾക്കും അതിൻ്റെ പ്രതിഫലം മറ്റുള്ളവരിൽ നിന്നോ ലഭിക്കാതിരിക്കില്ല. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ കണ്ടെല്ലാം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനും തിരുത്താനും നമുക്ക് സാധിക്കണം. എല്ലാവർക്കും അവരവർ ജീവിച്ചിരിക്കുന്ന കാലം വരെ സ്വന്തം കടമകൾ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കട്ടെ. അധ്യായം 93 നമ്മളിൽ പലർക്കും പല സാഹചര്യത്തിലും കഠിനമായ പരിശ്രമം ആവശ്യമായി വരും. ഏതൊരാൾക്കും വിജയിക്കാൻ ഏറ്റവും ആവശ്യം വേണ്ടത് കഠിനമായ പരിശ്രമമാണ്. വിജയിച്ചവരുടെ പിന്നിൽ കഠിന പരിശ്രമം നടത്തിയതിൻ്റെ ചരിത്രമുണ്ടാകും. കഠിനമായി പരിശ്രമിച്ചവർക്ക് അവരുടെ ശ്രമത്തിനനുസരിച്ച് ഒന്നും കിട്ടാതിരിക്കില്ല. മടി വിചാരിക്കാതെ കഠിന പരിശ്രമം നടത്താൻ തയ്യാറാവുക. ഇന്നലകളിലെ തോൽവികളെ നഷ്ടങ്ങളെ മറികടക്കാൻ കഠിന പരിശ്രമം നടത്തുകയാണ് വേണ്ടത്. കഠിന പരിശ്രമത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. കഠിനമായ പരിശ്രമത്തിൽ നിന്നും നമ്മൾ അകലും തോറും നമ്മുടെ വിജയം നമ്മളിൽ നിന്നും അകന്നേക്കാം. കഠിന പരിശ്രമം തന്നെയാണ് വിജയിക്കാനുള്ള മാർഗം. കഠിന പരിശ്രമത്തിലൂടെ വിജയം കൈവരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ.
അധ്യായം 94. എന്തു കാര്യവും കണ്ടെത്താൻ കഴിയണമെങ്കിൽ അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമല്ല. ഒത്തിരി ക്ഷമയോടുള്ള പരിശ്രമം കണ്ടെത്താൻ ആവശ്യമാണ്. നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. കാരണം കണ്ടെത്തിയാൽ മാത്രമാണ് പ്രശ്നം ശരിയായ വിധത്തിൽ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ അന്വേഷിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ. എല്ലാവരും ഓരോ ദിവസവും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരവരുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള കാര്യങ്ങളാണ്. സന്തോഷം ലഭിക്കാൻ അതിനുള്ള വഴികൾ കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവർക്കും സന്തോഷം കിട്ടുന്നത് ഒരേ കാര്യത്തിൽ തന്നെ ആക്കണമെന്നില്ല. നമ്മൾ നമ്മുടെ യഥാർത്ഥ കഴിവുകളെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടത് കണ്ടെത്തേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നമ്മൾക്ക് പലതും നഷ്ടപ്പെടാനുള്ള കാരണം ഒരു പക്ഷേ നമ്മൾ തന്നെയാവാം. നമ്മുടെ അലസതയാണ് നമ്മുടെ തോൽവിക്കുള്ള പ്രധാന കാരണം. നമ്മുടെയൊക്കെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിച്ചെങ്കിൽ മാത്രമാണ് കൂടുതൽ ഉന്മേഷത്തോടെ ഓരോ കാര്യം ചെയ്യാനായിട്ട് തോന്നുക. നമ്മൾ അന്വേഷിച്ചത് കിട്ടിയില്ല എങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. അന്വേഷിച്ചാൽ മാത്രമാണ് എന്ത് കാര്യവും കിട്ടുകയുള്ളൂ. ഒന്നും നമ്മളിലേക്ക് തനിയെ കടന്നു വരണം എന്നില്ലല്ലോ. വളർച്ച പ്രാപിക്കാനുള്ള നേരായ വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 95. നമ്മുടെ ഭാഗത്തു നിന്നുള്ള മോശം പ്രവൃത്തികൾ മൂലം ആരെയും കരയിപ്പിക്കാതിരിക്കുക. ഒരാൾ കരയുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള സങ്കടം താങ്ങാൻ കഴിയാതെ വരുമ്പോഴാണ്. പ്രായം കൂടുന്തോറും പലപ്പോഴും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കരയാൻ മടി കാണിക്കുന്നവരും ഉണ്ടായേക്കാം. പലപ്പോഴും കരച്ചിൽ വഴി പലരുടെയും സങ്കടങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതെയാകാറുണ്ട്. സങ്കടങ്ങൾ വന്നാൽ കരയാനും സന്തോഷം വന്നാൽ ചിരിക്കാനും മനുഷ്യർക്ക് സാധിക്കേണ്ടതാണ്. മനസ്സ് തുറന്ന് ചിരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാകാം, ജോലി, പഠനഭാരങ്ങൾ തുടങ്ങിയൊക്കെ ആകാം. മറ്റുള്ളവരെ ചതിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ മനസ്സ് വേദനിക്കപ്പെട്ടാൽ നമ്മൾ ഒരിക്കൽ കരയേണ്ടി വരുമെന്നത് പ്രപഞ്ച സത്യമാണ്. നമ്മുടെ ഭാഗത്തു നിന്നും തെറ്റ് വന്നാൽ കരഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആ തെറ്റ് തിരുത്താൻ എന്താണ് വഴി എന്നാണ് നോക്കേണ്ടത്. ഒത്തിരി സങ്കടങ്ങളുടെയും കഷ്ടപ്പാടിലൂടെയും ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിത സാഹചര്യത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വരും. നമ്മൾ എത്ര കരഞ്ഞാലും നമ്മൾ കാരണം മറ്റൊരാൾക്ക് കരയാനിടയിൽ വരാതെ ഇരിക്കട്ടെ. നമ്മൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കണമെന്നില്ല. സ്വന്തമാക്കാൻ കഴിയാത്തതിൽ സങ്കടപ്പെട്ടു ഇരിക്കാതെ കൂടുതൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. ആരെയും മനഃപൂർവ്വം കരയിപ്പിക്കാതെ കരയുന്നവർക്ക് ആവശ്യമെങ്കിൽ ശരിയായ രീതിയിൽ ആശ്വാസം നൽകാൻ നമ്മൾക്കാകട്ടെ. അധ്യായം 96. പല കാര്യത്തിലും നമ്മൾ വേണ്ടത്ര കരുതൽ നൽകാത്തതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൂടുതൽ വിഷമത്തിന് കാരണമായി തീർന്നിട്ടുള്ളത്. കരുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ നമ്മൾക്ക് കരുതൽ ഉണ്ടാവേണ്ടത് വളരെയേറെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ നമ്മളുടെ പക്കലുള്ള കരുതലാണ് നമ്മളെ ധീരതയോടെ പല കാര്യത്തിനു വേണ്ടി മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കരുതലൊന്നും തന്നെ ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരുപക്ഷെ നിരാശ ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. കരുതലുണ്ടായില്ല എങ്കിൽ പലപ്പോഴും നമ്മൾക്ക് അപ്രതീക്ഷിത സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുന്നു വരില്ല. ഉറുമ്പുകൾ അവർക്ക് കിട്ടുന്ന ധാന്യങ്ങളെല്ലാം ശേഖരിച്ച് വയ്ക്കാറുണ്ട്. കാരണം നാളുകളിൽ എന്ത് സംഭവിച്ചാലും ഭക്ഷണം കിട്ടാതെ പോകരുതെന്നുള്ള കരുതൽ അവർക്കുള്ളത് കൊണ്ടാണ്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. അങ്ങനെ വന്നാൽ നമ്മളുടെ മുന്നോട്ടുള്ള സഞ്ചാരത്തെ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ വേണ്ട കരുതൽ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടിയിരിക്കുന്നതും. ഏതൊരു കാര്യത്തിലും വേണ്ടത്ര കരുതൽ നമ്മൾ കൊടുത്തില്ല എങ്കിൽ നഷ്ടം സംഭവിക്കാൻ ഒരു പക്ഷേ വളരെയേറെ സാധ്യതയുണ്ട്. ഓരോ കരുതലും കൃത്യസമയത്ത് തന്നെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് നൽകേണ്ടതുണ്ട്. ഒരു ചെടി വളർച്ച കൈവരിക്കണമെങ്കിൽ ആ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലവും വളവും എല്ലാം ആവശ്യ സന്ദർഭത്തിൽ തന്നെ കിട്ടേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചെടിയുടെ വളർച്ച മുരടിക്കുകയോ ചെടി നശിച്ചു പോകുകയോ ചെയ്തേക്കാം. നമ്മൾ ഈ ഭൂമിയിൽ സുരക്ഷിതമായി ജനിച്ചു വീണത് നമ്മുടെ അമ്മ വേണ്ടത്ര കരുതൽ നമ്മുടെ കാര്യത്തിൽ ഉദരത്തിൽ ഉത്ഭവിച്ച നാൾ മുതൽ എടുത്തുകൊണ്ടാണ്. കരുതൽ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് കൃത്യമായി നൽകേണ്ടതുണ്ട്. ലഭിക്കേണ്ട കരുതലുകൾ സമയസമയത്ത് ലഭിക്കാത്തത് കൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ നിന്നും സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ പക്കൽ മുന്നോട്ട് പോകാനുള്ള കാര്യത്തിലൊന്നും തന്നെ ഇല്ലെങ്കിൽ കൂടിയും വിഷമിക്കാതെ കരുതൽ നേടിയെടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ ആരും തന്നെ ജനിച്ചു വീണപ്പോൾ ഒന്നും തന്നെ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്നവരല്ലോ. നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി ഓരോരുത്തരും നേടിയെടുത്തതാണ്. നേടിയതെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടത്ര കരുതൽ നേടിയെടുത്ത കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ കാര്യത്തിനും അതിൻ്റേത് പ്രാധാന്യം അനുസരിച്ച് വേണം കരുതൽ നൽകാൻ. ആദ്യം മുൻഗണന കൊടുക്കേണ്ട കരുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനനുസരിച്ച് മുന്നോട്ടുള്ള പ്രവർത്തനം ക്രമപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. തെറ്റായ കരുതലുകൾ മാറ്റിയെടുത്ത് പകരം ശരിയായ കരുതലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയട്ടെ. ഓരോരുത്തർക്കും അവരവർക്ക് കരുതൽ നടത്തേണ്ട കാര്യത്തിൽ പരിധികളുണ്ട്. വൈദ്യുതി നഷ്ടപ്പെട്ടാൽ കുറച്ച് നേരത്തേക്ക് പ്രവർത്തിക്കാൻ നമ്മളിൽ പലരും ബാറ്ററി, ഇൻവെർട്ടർ എന്നിവ കരുതാറുണ്ടല്ലോ. ഭാവിയിൽ സ്വന്തമാക്കേണ്ട പല കാര്യത്തിനായിട്ട് ഇപ്പോഴേ കരുതൽ നടത്തുന്നവർ നമ്മൾക്കിടയിൽ ഉണ്ടാകാം. ഇന്നിപ്പോൾ ആവശ്യമായ കരുതൽ നടത്തിയെങ്കിൽ മാത്രമേ ഭാവിയിൽ നേടേണ്ട ലക്ഷ്യങ്ങൾ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും സാധിക്കുക. കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് ഉചിതമായത് ആകട്ടെ. അധ്യായം 97. മുന്നോട്ട് വളർച്ച നേടണമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും കരുതലുണ്ടാവേണ്ടത് വളരെയേറെ ആവശ്യമാണ്. പലർക്കും സങ്കടമുണ്ടാവാനുള്ള പ്രധാന കാരണം വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള കരുതൽ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇന്നത്തെ ഓരോ പ്രവർത്തികളും നാളുകളിലേക്കുള്ള കരുതലാണ്. നമ്മൾ ഓരോ കാര്യത്തിലും എത്രമാത്രം കരുതൽ കൊടുക്കുന്നുവോ അതനുസരിച്ചും ആയിരിക്കും മുന്നോട്ടുള്ള വളർച്ച കൈവരിക്കാൻ സാധിക്കുക. ഭാവിയിലേക്ക് എന്തെങ്കിലും കരുതേണ്ടത് വളരെയേറെ ആവശ്യമായ കാര്യമാണ്. ഇന്ന് ഈ നിമിഷം മാത്രമാണ് നമ്മുടെ പക്കലുള്ളത്. അതുകൊണ്ട് ഈ നിമിഷം കയ്യിലുള്ളത് മുഴുവൻ ചിലവാക്കി കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടായേക്കാം.
മനുഷ്യരുടെ ജീവിതത്തിൽ പരസ്പരമുള്ള കരുതലുകൾ നഷ്ടപ്പെടുമ്പോഴാണ് എവിടെയും തകർച്ചകൾ ആരംഭിക്കുന്നത്. എന്തു കാര്യത്തിലും അടിത്തറ ശക്തമല്ലെങ്കിൽ നിലംപതിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ആരോഗ്യത്തിന് കരുതൽ കൊടുക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. ഇന്ന് നമ്മൾ സമ്പാദിക്കുന്നത് മുഴുവൻ ചിലവഴിക്കാതെ കുറച്ച് ഭാഗം നാളുകളിലേക്ക് മാറ്റിവെച്ചെങ്കിൽ മാത്രമേ നാളത്തെ കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ. കരുതൽ നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവരെക്കുറിച്ച് കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ഈ ലോകം നമ്മൾക്ക് വേണ്ടി പലതും കരുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഓരോ സമയത്ത് മാത്രമാണ് എത്തിച്ച് തരികയുള്ളൂ. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി എത്രയോ മനുഷ്യരുടെ അവരുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മൾ കൈമാറ്റി വെച്ചിട്ടുള്ളത്. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് ഇവിടെ വരെ എത്തിയത് നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യർ വേണ്ട കരുതൽ നമ്മൾക്ക് വേണ്ടി നൽകിയത് കൊണ്ടാണ്. ഒരു ബിസിനസ് വിജയിക്കണമെങ്കിൽ ആ ബിസിനസ് വഴിയുള്ള സേവനം അല്ലെങ്കിൽ ഉൽപ്പന്നമാകുന്ന ഉപഭോക്താക്കൾക്ക് തൃപ്തി നൽകുന്നതായിരിക്കണം. ലാഭത്തിന് വേണ്ടി എന്തുകൊള്ളമായിട്ട് മുന്നോട്ട് പോകുന്ന ബിസിനസ് തകരാൻ ഒരു പക്ഷേ അധിക സമയമൊന്നും വേണ്ടി വരില്ലല്ലോ. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വേണ്ടപ്പെട്ട രീതിയിൽ കരുതലുണ്ടാവട്ടെ. ആവശ്യമായ കാര്യങ്ങളിൽ നമ്മുടെ കരുതലുകൾ നഷ്ടപ്പെടുത്താതിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തർക്കും ശരിയായ പാതയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ കരുത്ത് നേടേണ്ടതുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളും വെള്ളവുമാണ് നമ്മൾക്ക് മുന്നോട്ടുള്ള ശാരീരിക ഊർജ്ജം നൽകുന്നത്. ഭക്ഷണം കഴിക്കാതെ മനുഷ്യരുടെ ശരീരത്തിന് ഊർജ്ജം നേടാൻ മറ്റു മാർഗ്ഗങ്ങളില്ലല്ലോ. മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ ഭക്ഷണം ആവശ്യമാണ്. ആരോഗ്യപരമായി കരുത്ത് ആർജിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് മാനസികമായി കരുത്ത് ആർജിക്കുക എന്നതും. പല സാഹചര്യങ്ങളെയും ധീരമായി നേരിടാൻ മാനസികമായ കരുത്ത് മനുഷ്യർക്ക് ആവശ്യമാണ്. ശാരീരിക ആരോഗ്യം നിലനിർത്താൻ വ്യായാമം ആവശ്യമാണ്. മാനസികമായ ആരോഗ്യം നിലനിർത്താൻ ശരിയായ അറിവ് നേടേണ്ടതുണ്ട്. തെറ്റായ അറിവുകൾ നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കിയേക്കാം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് നമുക്ക് കരുത്ത് നേടാൻ കഴിയുക. ഓരോ മനുഷ്യർക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ കൂടുതൽ കരുത്തരാക്കിയത്. പട്ടിണി കിടന്നിട്ടുള്ളവർ, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ളവരൊക്കെ ഇന്ന് അതിനെയെല്ലാം അതിജീവിച്ചുവെങ്കിൽ അവർക്കുള്ള കരുത്താണ് അവർക്കുള്ള കഷ്ടപ്പാടുകളെ അതിജീവിക്കുവാൻ ഏറ്റവും കൂടുതൽ സഹായമായിട്ടുള്ളത്. പല സാഹചര്യങ്ങളെ നേരിടാൻ പലപ്പോഴും പരിശീലനം ആവശ്യമായി വന്നേക്കാം. നമ്മൾ ശ്രമിക്കാതെ നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. നമ്മൾ മുന്നോട്ട് വളർച്ച നേടാൻ ഓരോ പുതിയ കാര്യം പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓരോ മനുഷ്യർക്കും ഓരോ ശരീരപ്രകൃതിയാണ്. ഓരോരുത്തർക്കും അവരവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഭക്ഷണമാണ് യോജിക്കുകയുള്ളൂ. യോജിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. നമ്മുടെ കരുത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ വിമർശനങ്ങളിലും കുറ്റപറച്ചിലുകളിലും നെഗറ്റീവ് വാക്കുകളിലും തളർന്നിരിക്കാതെ മുന്നോട്ട് കരുത്തോടെ പോകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അധ്യായം 99. കരുത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് പല പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. കരുത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് പലരുടെയും സഹായം ആവശ്യമാണ്. മുന്നിൽ കാണുന്ന തടസ്സങ്ങളെ അകറ്റാൻ കരുത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ. നമ്മളിലുള്ള കരുത്ത് നമ്മളിൽ പലരും പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ലോകത്തിലുള്ള കരുത്തരായ വ്യക്തികൾ അവരുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ ധീരമായി നേരിട്ടത് കൊണ്ടാണ് കരുത്ത് നേടിയെടുത്തിട്ടുള്ളത്. വിജയം നേടാൻ നമ്മൾക്ക് കരുത്ത് വേണം. നമ്മൾ തളർന്നാൽ നമ്മൾക്ക് തന്നെയാണ് നഷ്ടം. നമ്മുടെ ഓരോ പ്രവർത്തനവും മറ്റുള്ളവർക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തായിട്ട് മാറട്ടെ. നല്ല കാര്യങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എങ്കിൽ മാത്രമാണ് കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകാതിരിക്കുക. നെഗറ്റീവ് കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് മുഴുകിയാൽ നമ്മുടെ കരുത്ത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആത്മാർത്ഥമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ കരുത്തിനെ നശിപ്പിച്ചേക്കാം. കരുത്ത് നേടാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ആവശ്യമാണ്. മുന്നോട്ട് വിജയം നേടുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പ്രതിസന്ധികളിലും തോൽവികളും തളരാതെ നമുക്ക് കരുത്തോടെ മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ. അധ്യായം 100. എല്ലാ മനുഷ്യർക്കും അവരവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മളിൽ പലരും നിശ്ചിത സമയത്ത് ചെയ്തു തീർക്കേണ്ട കർമ്മത്തിൽ നിന്നും പിന്തിരിയും. ഒരുപക്ഷേ നാളുകൾ കഴിയുമ്പോഴായിരിക്കും ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള വിഷമം അലട്ടാൻ തുടങ്ങുക. ഇന്ന് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നാളുകളിൽ നമുക്ക് സന്തോഷം ഒരുപക്ഷേ ദുഃഖവും പ്രദാനം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും എല്ലായ്പ്പോഴും ഫലവത്താകണമെന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും ഉടനെ ഫലം കിട്ടണം എന്നുമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നതാകട്ടെ. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വ്യായാമത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും പരിണിത ഫലം നമ്മൾക്കൊരു പക്ഷേ മുൻകൂട്ടി കാണാൻ കഴിയുന്നവരില്ല. ഇന്ന് വിത്ത് വിതച്ചാലേ നാളെ വിള കൊയ്യാൻ കഴിയുകയുള്ളൂ എന്നത് പ്രകൃതി സത്യമാണ്. വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ ഒരുപാട് നാളത്തെ പരിശ്രമം ആവശ്യമാണ്. പിന്തിരിയാതെ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നവർക്കാണ് ഒടുവിൽ വിജയം നേടാൻ സാധിക്കുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും കുറ്റങ്ങളും കുറവുകളും പാളിച്ചകളും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് എളുപ്പം കണ്ടെത്താൻ കഴിയും. തിരുത്തേണ്ടവ തിരുത്തി മുന്നേറുക. നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കർമ്മങ്ങളിൽ വീഴ്ചകളും ഉണ്ടായാൽ ഒരുപക്ഷെ നമ്മുടെ ചുറ്റിലുമുള്ള ഒരുപാട് മനുഷ്യർക്ക് ലഭിക്കേണ്ട നേട്ടങ്ങൾ ലഭിക്കാതെ പോയേക്കാം. ഓരോ കർമ്മവും നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ചവിട്ടുപടിയാണ്. തെറ്റായ കർമ്മങ്ങൾ ചെയ്താൽ മോശകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടേക്കാം. മുന്നോട്ട് ഓരോ കർമ്മങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ചെയ്യുന്ന കർമ്മത്തിൽ വരുത്തിയ അശ്രദ്ധ മൂലം ഇന്നിപ്പോൾ എത്ര മനുഷ്യരുടെ ജീവിതമാണ് ദുഃഖപൂരിതമായിരിക്കുന്നത്. ഓരോ കർമ്മവും ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ സാധ്യതകളെ പോരായ്മകളെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. എല്ലാവരും അവരവരുടെ കർമ്മങ്ങൾ നേരായ വഴിക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായേനെ. എല്ലാവർക്കും അവരവരുടെ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നേട്ടം കൈവരിക്കാൻ സഹായിക്കാൻ സാധിക്കട്ടെ.